ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി ഭാഷാചാരണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ഓം തസ്സത്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. നിതായ് ഗൗര ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ. നിതായ് ഗൗര ഹരി ബോൽ. നിതായ് ഗൗര പ്രേമാനന്ദേ ജയം ശ്രീ വിഷ്ണുപാദ പരമഹംസ പരിവൃജാച ഹരി അഷ്ടോത്തര ശാലൈ സുരേന്ദ്ര സഭയാചരണ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി की जय. अनंत कोटि वैष्णव वृंद की जय. श्री श्री राधा माधव की जय. श्री श्री जगन्नाथ बलदेव सुभद्रमया सुदर्शन की जय. जय गौर प्रेमानंदे हरि हरि बोल संतोषी की जय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 10 ശ്ലോകം 37.
ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ. ശ്ലോകം 37. ശ്രീമാൻ പണ്ഡിത ശാഖ പ്രഭുരനിജാപ്രിത്യ ദേയുഡിധരേനായ വേ പ്രഭുകരേന നൃത്യ. ശ്രീമാൻ പണ്ഡിത ശാഖ പ്രഭുരനിജാപ്രിത്യ ദേയുഡിധരേനായ വേ പ്രഭുകരേന നൃത്യ. ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യദാസനായിരുന്ന ശ്രീമാൻ പണ്ഡിതനായിരുന്നു 15ാമത്തെ ശാഖ. ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ അദ്ദേഹം പതിവായി ഒരു തീപ്പന്തം വഹിക്കുമായിരുന്നു. അപ്പോ നമ്മളെ ഈ ഒരു അധ്യായത്തില് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു എന്ന മഹാവൃക്ഷത്തിന്റെ വിവിധ ശാഖകളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഭക്തന്മാരെയും പേരെടുത്ത് പറഞ്ഞിട്ട് ഗ്രന്ഥകർത്താവ് അദ്ദേഹത്തിന്റെ സവിശേഷതകളെയും അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളിൽ എന്ത് പങ്കാണ് വഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഏറ്റവും ഉദാത്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഈ ഒരു ദൗത്യത്തിൽ, ഒരു മിഷനിൽ അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച ഓരോ ഭക്തന്മാരും അദ്ദേഹത്തിന്റെ ഓരോ ലീലകൾ, ഈവൻ ചെറിയ ചെറിയ ലീലകളിൽ പോലും അവര് കാഴ്ചവെച്ച അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്ത് സഹായമാണ് ഭഗവാന് കൊടുത്തത്. അപ്പം ഭഗവാൻ എന്ന് പറയുന്ന ഒരു മഹാവൃക്ഷം, അപ്പൊ അതിലെ ചെറിയ ചെറിയ ശാഖകളെ പോലും, വലിയ ശാഖകളും ഉണ്ട്, ചെറിയ ശാഖകളും ഉണ്ട്. അപ്പൊ ആ ഓരോ ശാഖകളെയും ഓരോ വ്യക്തികളാണ്. അപ്പം ചൈതന്യ മഹാപ്രഭു എന്ന ആ വടവൃക്ഷത്തിന്റെ അല്ലെങ്കിൽ മഹാവൃക്ഷത്തിന്റെ ഓരോ ശാഖകളും അത്രമാത്രം, ഇപ്പൊ നമ്മളെപ്പോഴും പറയും ഒരു വൃക്ഷം, അതിന്റെ ശാഖകള്, ഉപശാഖകള്, പൂക്കള്, കായ്കള്, അപ്പൊ എന്ന് പറയുന്ന പോലെ അതിങ്ങനെ പന്തലിച്ചുകൊണ്ടേയിരിക്കുന്ന വൃക്ഷമാണ്. അപ്പൊ അതിന്റെ ഓരോ ഇലയും ഓരോ ശാഖകളും വൃക്ഷത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ആ ഇലകൾക്കായാലും ആ ശാഖകൾക്കായാലും ആ വൃക്ഷവും വളരെ വളരെ മഹിമയുള്ളതാണ്, അഥവാ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഓരോ ശാഖയും, അപ്പൊ ഇത് നമ്മളിപ്പോ പറയുന്നത് അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യദാസനായിരുന്ന ശ്രീമാൻ പണ്ഡിതനായിരുന്നു 15ാമത്തെ ശാഖ. ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യദാസനായിരുന്ന ശ്രീമാൻ പണ്ഡിതനായിരുന്നു 15ാമത്തെ ശാഖ. ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ അദ്ദേഹം പതിവായി ഒരു തീപ്പന്തം വഹിക്കുമായിരുന്നു. അപ്പൊ ശ്രീ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം നടത്തുമ്പോഴാണ് അവിടുന്ന് ഒരുപാട് ഭക്തന്മാര് അകമ്പടി സേവിക്കും. അപ്പൊ അകമ്പടി സേവിച്ചവരിൽ ഒരാളാണ് ശ്രീമാൻ പണ്ഡിതൻ എന്ന് പറയുന്ന ഭക്തൻ. അപ്പം ഭഗവാൻ ചൈതന്യദേവൻ ലക്ഷ്മി ദേവിയുടെ വേഷം അണിയും. ചില സമയത്തൊക്കെ വേഷം അണിയുമ്പോഴാ എന്നിട്ട് നവദ്വീപിന്റെ തെരുവുകളിലൊക്കെ നൃത്തമാടും. അപ്പൊ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് നാമം ജപിക്കുക, നൃത്തം ചെയ്യുക, അതേപോലെ ഓരോ ലീലകൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളില് ചില ലീലകളൊക്കെ അദ്ദേഹം ചില സമയത്ത് മഹാപ്രകാശ ലീലകൾ പോലെ അദ്ദേഹം പ്രദർശിപ്പിക്കുമായിരുന്നു. അപ്പൊ അതേപോലൊക്കെ ഓരോരോ വേഷം, ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞ ലക്ഷ്മി ദേവിയുടെ വേഷമാണ് ഇപ്പോഴെന്നാണ്. അതുപോലെ അദ്ദേഹം ഈ നവദ്വീപിന്റെ തെരുവിലൊക്കെ ഇങ്ങനെ നൃത്തം ചെയ്യും. അപ്പോഴ് ഇദ്ദേഹം ഒരു തീപ്പന്തം വഹിച്ചു. അന്നത്തെ കാലത്ത് ഇങ്ങനെ നമ്മള് പറയല്ലേ തീപ്പന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചിലപ്പം പണ്ടൊക്കെ ഇങ്ങനെ ഓലയുടെ ചൂട്ട് കെട്ടിയൊക്കെയാണ് പന്തം. ചിലര് ഇങ്ങനെ കമ്പയിലൊക്കെ ഇങ്ങനെ തുണി ചുറ്റി എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ തീപ്പന്തം, അതായത് വെളിച്ചത്തിന് വേണ്ടി. അന്നൊന്നും ടോർച്ച് ഇല്ലാത്ത സമയമാണ്. അപ്പൊ ഭഗവാൻ രാത്രിയിലും പകലും എന്നില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുകയും നൃത്തം ചെയ്യുകയും കീർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭഗവാനോടൊപ്പം ഇങ്ങനെ ഓരോ ലീലകൾ അവരെ കൊണ്ടൊക്കെ അണ്ണാറക്കണ്ണനും തന്നാലായി എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഭഗവാൻ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഭക്തന്മാരും ഓരോ ഭഗവാന്റെ സേവകരും ഭഗവാന് പ്രിയപ്പെട്ടവരായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ്, അതൊക്കെ മനസ്സിലാക്കിയാണ് ഗ്രന്ഥകർത്താവ് ഇത്രയും ഓരോരുത്തരുടെയും പേര് എടുത്തെടുത്ത് പറയുന്നു. ഇനി 38ാമത്തെ ശ്ലോകം. ശുക്ലാംബര ബ്രഹ്മചാരി ബഡ ഭാഗ്യവാൻ
യാൻര അന്ന മാഗി കടി ഖൈല ഭഗവാൻ. 16ാമത്തെ ശാഖയായ ശുക്ലാംബര ബ്രഹ്മചാരി അതിഭാഗ്യവാനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു തമാശയ്ക്കോ അല്ലെങ്കിൽ ഗൗരവമായി തന്നെയോ ചിലപ്പോൾ അദ്ദേഹത്തോട് ഭക്ഷണം യാചിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ബലമായി തട്ടിപ്പറിച്ച് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഭഗവാന് അതിന്റെ ലീലകൾ എന്ന് വെച്ചാൽ വളരെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപര യുഗത്തിൽ അദ്ദേഹം വൃന്ദാവനത്തിൽ വസിച്ചിരുന്ന സമയത്ത് അദ്ദേഹം എന്തൊക്കെ ലീലകൾ കാട്ടിയോ അതിനോട് സമാനമായ ലീലകളായിരുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു ചെയ്തിരുന്നത്. ഇപ്പം എന്താ പറയാ, ഭഗവാൻ കളിക്കാൻ പോവും ഗോക്കളുമായിട്ട് ഗോപന്മാരും ഒക്കെ ആയിട്ട്. പക്ഷെ അതിന് പകരമാണ് ഭഗവാൻ നൃത്തം ചെയ്യുന്നത്. മനസ്സിലായി? നൃത്തം ചെയ്യുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം പാടി കീർത്തനം പാടി നൃത്തം ചെയ്യുക. അതോടൊപ്പം ഭക്തന്മാരുമായിട്ട് അദ്ദേഹം പല പല ലീലകൾ, ചില സമയത്ത് അദ്ദേഹം തന്റെ മഹാപ്രകാശ ലീലകൾ കാണിച്ചു. അപ്പം ഈ ആ സമയത്തൊക്കെ ചില സമയത്ത് തമാശയ്ക്ക് അല്ലെങ്കിൽ ഗൗരവമായിട്ട് ചിലപ്പം ഓരോരുത്തരോടും പോയി ഭക്ഷണം യാചിക്കും ചില സമയത്ത്. അപ്പൊ അങ്ങനെ ചില സമയത്ത് ബലമായിട്ട് തട്ടിപ്പറിച്ച് ഭക്ഷിക്കും. അതാണ് അത് അതിലൊരാളായിരുന്നു ശുക്ലാംബര ബ്രഹ്മചാരി. അപ്പൊ അദ്ദേഹം നവദ്വീപവാസിയാണ്. ശുക്ലാംബര ബ്രഹ്മചാരി സങ്കീർത്തന പ്രസ്ഥാനത്തിൽ മഹാപ്രഭുവിന്റെ ആദ്യ സഹയാത്രികനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ചൈതന്യ മഹാപ്രഭു ആദ്യകാലത്ത്, പിന്നീടാണ് ഓരോരുത്തർ ഇപ്പം തന്നെ ഗോസ്വാമിമാരായാലും മറ്റ് ഭക്തന്മാരായാലും അറിഞ്ഞു കേട്ടും ഭഗവാന്റെ എന്താ പറയാ മഹിമാനങ്ങളൊക്കെ കണ്ടും കേട്ടും ശ്രവിച്ചും ഓരോരുത്തരായിട്ട് വന്ന് അദ്ദേഹത്തിനെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ ഭക്തന്മാരായി തീരുകയും ചെയ്തു. പക്ഷെ ആദ്യം മുതൽ തന്നെ ഭഗവാൻ സങ്കീർത്തനം ചെയ്തിരുന്നു. അപ്പൊ ആ സങ്കീർത്തനത്തിലെ സഹയാത്രികനായിരുന്നു ഈ നവദ്വീപവാസിയായ ശുക്ലാംബര ബ്രഹ്മചാരി. പിന്നെ അതുപോലെ തന്നെ ഭഗവാൻ ദീക്ഷ സ്വീകരിച്ച് ഗയയിൽ മടങ്ങി എത്തിയ സമയത്ത് ശേഷം ശുക്ലാംബര ബ്രഹ്മചാരിയോടൊപ്പമാണ് കുറെ കാലം അദ്ദേഹം വസിച്ചത്. കാരണം ശുക്ലാംബര ബ്രഹ്മചാരിക്ക് ഇതിൽ നിന്ന് ശ്രീകൃഷ്ണ ലീലകള് ശ്രവിക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചു. അപ്പം ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ലീലകൾ അറിയാം. അപ്പൊ ഭഗവാൻ അതൊക്കെ ഇപ്പം എപ്പോഴും ഭക്തന്മാര് എപ്പോഴും ഭഗവാന്റെ ലീലകൾ ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് പിന്നെ അതേപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാരെപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവര് ഭഗവാനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ലീലകൾ വാഴ്ത്തി സ്തുതിച്ച് പരസ്പരം പറഞ്ഞ് ആനന്ദിക്കും. അങ്ങനെ സ്വയം ബോധദീപ്തരാകുന്നത്. അപ്പൊ അങ്ങനെ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഭഗവാന് ഭയങ്കര ഇഷ്ടം, ആരിൽ നിന്നെങ്കിലും ഒക്കെ കേൾക്കാനായിട്ട്. രാമാനന്ദറായി ആയിട്ടുള്ള സംവാദത്തില് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അദ്ദേഹം വർണ്ണാശ്രമ വ്യവസ്ഥയെ തുടങ്ങി ഭക്തി, പിന്നെ ദാസവൃത്തി, ദാസ്യരസം, സത്യരസം വന്നിട്ട് അവസാനം മാധുര്യ രസത്തിൽ ഗോപികമാര് ഭഗവാനെ സേവിച്ച് ആ സമയത്താണ് ഭഗവാൻ പിന്നെ രാധാറാണി, അവസാനം രാധാറാണിയായിട്ടുള്ള ഏറ്റവും മുഖ്യമായിട്ടുള്ള ആ ലീലകളൊക്കെ ആയിരുന്നു ചൈതന്യ മഹാപ്രഭു ശ്രവിക്കാൻ ഇഷ്ടപ്പെട്ടത്. കാരണം അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ആ ലീല, അല്ലെങ്കിൽ ഭഗവാനും ഗോപികമാരുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാധാറാണിയായിട്ടുള്ള ആ ബന്ധം, അവര് തമ്മിലുള്ള ലീലകൾ, അതൊക്കെ ശ്രവിക്കാൻ ചൈതന്യ മഹാപ്രഭു വളരെ ഔത്സുക്യമായിരുന്നു. കാരണം രാമാനന്ദറായി എന്ന് പറയുന്നത് വിശാഖാദേവിയാണ്. അപ്പം അത് രാധാറാണിയുടെ സഖിയാണ് വിശാഖാദേവി. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കാൻ ഭഗവാന് താല്പര്യമാണ്. അതേപോലെ കൃഷ്ണലീലകൾ ശ്രവിക്കാൻ ഭഗവാൻ ശുക്ലാംബര ബ്രഹ്മചാരിയിൽ നിന്ന് ശ്രവിക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ ശുക്ലാംബര ബ്രഹ്മചാരി നവദ്വീപവാസികളിൽ നിന്ന് ഭിക്ഷയായി അരി ശേഖരിച്ചു. ഈ അരി ശേഖരിച്ചിട്ട് അത് ഉപയോഗിച്ചാണ് അദ്ദേഹം പാകം ചെയ്ത് ഭക്ഷിക്കുന്നത്. അതിനകത്ത് ചൈതന്യ മഹാപ്രഭുവിന്, കാരണം നമുക്ക് ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങൾ എപ്പോഴും വെടിഞ്ഞ് ആ ഒരു എന്താ പറയാ നിസ്സംഗമായിട്ടുള്ള ഒരു ജീവിതം ആയിരിക്കണം. അത് പഠിപ്പിച്ചു തരാനും വേണ്ടിയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു സന്യാസം തന്നെ സ്വീകരിച്ചത്. അതായത് സന്യാസം എന്ന് പറഞ്ഞാൽ പരിത്യാഗമാണ്, എല്ലാത്തിൽ നിന്നും പരിത്യാഗം. അതായത് ഭൗതികമായിട്ടുള്ള എല്ലാവിധ ഈവൻ നിസ്സാരമായ കാര്യം. ഒരിക്കൽ സനാതന ഗോസ്വാമി അദ്ദേഹത്തിന്റെ പിന്നെ ഒരു ജാമാതാവ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ എന്താ പറയാ പെങ്ങളുടെ ഭർത്താവ്,
അപ്പൊ അദ്ദേഹം ഒരു കമ്പളം കൊടുത്തു. കമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതപ്പ്, അത് പുതിയതായിട്ട് ഒരെണ്ണം കൊടുത്തു തണുപ്പ് സമയത്ത് പുതയ്ക്കാനായിട്ട്. അപ്പം ചൈതന്യ മഹാപ്രഭു അത് കണ്ടിട്ട് അതേ സൂക്ഷിച്ചു നോക്കി. ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് നിന്ന് സറണ്ടർ ചെയ്ത് കഴിഞ്ഞും അദ്ദേഹം ഇത് ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ അത് സൂക്ഷിച്ചു നോക്കിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പാടില്ല, കാരണം ഇത് പുതിയതാണ്, നല്ലതാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അലക്കുകാർക്ക് കൊടുത്തിട്ട് ഒരു കീറിയ കമ്പളം പകരം മേടിച്ചു. അപ്പൊ എന്താ അത് പിന്നീട് കണ്ടു കഴിഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭൗതിക ജീവിതത്തില് ഏറ്റവും എന്താ പറയാ ഏറ്റവും കുറഞ്ഞ സൗകര്യങ്ങൾ, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഭക്തന്മാര് പ്രസാദം കഴിക്കുമ്പോഴാ നമുക്ക് പിന്നെ ഇങ്ങനെ സാധാരണ പറയാം, നിങ്ങൾ മറ്റൊന്നും കഴിക്കരുത്, ഭഗവാന്റെ പ്രസാദം അത് നമുക്ക് എന്താ പറയാ കഴുത്ത് നിറഞ്ഞ് നടം വരെ കഴിക്കാമെന്ന് പറയും ഒരു സൈഡിൽ. പക്ഷെ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, അദ്ദേഹത്തിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് വലിയ ഈവൻ ഭക്തന്മാര് ഭഗവത് പ്രസാദമാണ് കഴിക്കുന്നെങ്കിൽ അത് വലിയ എന്താ പറയാ ഡെലീഷ്യസ് ആയിട്ടുള്ള പ്രസാദം ഒന്നും ഉണ്ടാക്കി കഴിക്കരുത്. കാരണം നമുക്ക് ആ പ്രസാദത്തിനോട് അറ്റാച്ച്മെന്റ് വരും. അപ്പൊ നമുക്ക് ഒന്നിനോടും അറ്റാച്ച്മെന്റ് വരരുത്. അപ്പൊ ആ ഒരു സന്യാസി എന്നുള്ള നിലയിൽ അദ്ദേഹം തന്ന നിർദ്ദേശങ്ങൾ എന്ന് വെച്ചാൽ അത്രയും മഹത്തരമായിട്ടുള്ളതാണ്. കാരണം എല്ലാവർക്കും അത് പരിപൂർണമായിട്ടും ഗൃഹസ്ഥർക്ക് നമുക്കത് എല്ലാവരും ഫോളോ ചെയ്തില്ലെങ്കിലും നമ്മളതൊക്കെ കണ്ടു പഠിക്കേണ്ട, അല്ലെങ്കിൽ നമുക്കതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഒരു സന്യാസി, ഈവൻ ഒരു ഗൃഹസ്ഥനായാലും നമുക്ക് എപ്പോഴും അറ്റാച്ച്മെന്റ് ആണ് ഈ ആൾക്കാർക്ക്, എപ്പോഴും എല്ലാത്തിനോടും, ഈവൻ ജീവിത സുഖങ്ങളോട്. ഇവൻ ഡിവോട്ടി ആയാൽ പോലും ജീവിത സുഖങ്ങളോടും ജീവിതത്തിന്റെ സാഹചര്യങ്ങളോടും അതിനോടൊക്കെ പല വിധത്തിലുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ അതാണ് കാലക്രമേണ പടിപടിയായിട്ട് നമ്മളെ ആ ഒരു നിർദ്ദേശം ചൈതന്യ മഹാപ്രഭുവിന്റെ ഓരോ അദ്ദേഹത്തിന്റെ ലീലകളിലൂടെ അദ്ദേഹം നമുക്ക് തന്നത് അത് അത്ര മഹത്തരമായ ഗുണപാഠങ്ങളാണ്. അപ്പം അതാണ് ഈ ശുക്ലാംബര ബ്രഹ്മചാരി അദ്ദേഹം ഓരോ വീടുകളിലും പോയി ഇങ്ങനെ. അപ്പൊ ഒരിക്കൽ ഇങ്ങനെ ശുക്ലാംബര ബ്രഹ്മചാരി ഇങ്ങനെ നവദ്വീപിലെ ഒരു അടുത്ത് പോയി നല്ല തരം ചൈതന്യ മഹാപ്രഭുവിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അദ്ദേഹത്തിന് പേടിയായിരുന്നു ആദ്യം, പക്ഷെ എന്നാലും അദ്ദേഹത്തിനെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ വിളിച്ച സമയത്ത് അദ്ദേഹം പോയിട്ട് വളരെ എവിടെ നിന്നോ ഒരു മാതാജിയുടെ അടുത്തു നിന്ന് പോയി നല്ല ഇനം അരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വളരെ നിസാരമായ ഏതാണ്ട് ഷാക്ക് ഈ ഇലക്കറികൾ ഒക്കെ വെച്ച് 1-2 ഐറ്റം ആണ് ഉണ്ടാക്കി കൊടുത്തത് ഭഗവാന്. പക്ഷെ അത് ഭഗവാന് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ബ്രാഹ്മണര് അഥവാ ഭക്തര് എപ്പോഴും അവനവന് വേണ്ടി ഒന്നും സൂക്ഷിച്ച് കരുതി വെക്കാൻ പാടില്ല എന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഗൃഹസ്ഥർക്ക് മാത്രമാണ് ഈ വർണ്ണാശ്രമ വ്യവസ്ഥയില് ഒരു ചെറിയ ഇളവ് തന്നിരിക്കുന്നത്. അതായത് സന്യാസിമാരെന്ന് വെച്ചാൽ അവര് സർവസംഘമായിട്ട്, അതായത് അവര് എല്ലാ തരത്തിലും അവര് പരിത്യാഗികളായിരിക്കും. അപ്പൊ ഈ ചൈതന്യ മഹാപ്രഭുന് ശുക്ലാംബര ബ്രഹ്മചാരി അദ്ദേഹം ഇങ്ങനെ പ്രസാദം ഉണ്ടാക്കി കൊടുത്തപ്പം അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. വളരെ ചെറിയ ഐറ്റം, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രസാദമായിരുന്നു. അപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയാണ് പ്രധാനം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് പാപഗ്രഹിയാണ് ഭഗവാൻ, പാപഗ്രഹി ജനാർദ്ദനൻ. ഒരുപാട് നമ്മള് നമ്മുടെ രീതി അനുസരിച്ച് ഒരുപാടൊക്കെ ഉണ്ടാക്കി ഭഗവാന് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിലെ പണ്ട് ഞങ്ങളുടെ ഗുരുമഹാരാജ് പറയുന്നത് പോലെ ഭക്തി കോഷ്യൻസ്, അതായത് ഞങ്ങളൊക്കെ പ്രസാദം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ചോദിക്കും, ആദ്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്തോ ഇങ്ങനെ ആദ്യം ചോദിക്കുന്ന ഹൗ മച്ച് BQ യു ആഡഡ് എന്ന് ചോദിക്കുമായിരുന്നു. അതായത് ഭക്തി. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല എന്തായി ചോദിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ അപ്പം സെക്രട്ടറിമാരാണ് പറഞ്ഞിരുന്നത് BQ എന്ന് പറഞ്ഞാൽ ഭക്തി കോഷ്യന്റ്. നമ്മുടെ ഹൃദയത്തിലെ എത്രമാത്രം ഭക്തിയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗുരുവിന് അല്ലെങ്കിൽ നമ്മുടെ ഭഗവാന് പ്രസാദം ഉണ്ടാക്കുമ്പം നമ്മുടെ ഹൃദയത്തിലെ എത്രമാത്രം ഭക്തിയാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്, അതാണ് ഗുരുവിന്റെ ചോദ്യം.
അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മൾ രാധാറാണിയെ ക്ഷണിച്ച് രാധാറാണിയാണ് അത് പാകം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഭാവത്തിൽ വേണം നമ്മൾ എപ്പോഴും ഭഗവാന് കുക്ക് ചെയ്യാൻ. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം ആണെങ്കിൽ പോലും ഭഗവാൻ തീർച്ചയായിട്ടും അത് ആസ്വദിച്ച് കഴിക്കും, സ്വീകരിക്കും. അപ്പൊ ഇത് ഇദ്ദേഹം ഈ അരി ശേഖരിച്ച്, വിഷയായിട്ട് അരി ശേഖരിച്ച് അതുപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്ത് അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് അത് വളരെ സന്തോഷകമായി. അപ്പൊ ശുക്ലാംബര ബ്രഹ്മചാരി കൃഷ്ണന്റെ വൃന്ദാവന ലീലകളിലെ യാജ്ഞിക ബ്രാഹ്മണരുടെ പത്നിമാരിൽ ഒരാളായിരുന്നു. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഈ കൃഷ്ണനും ബലരാമനും കൂടെ അവര് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ബ്രാഹ്മണര് പിന്നെ വിപ്രന്മാരുടെ ഈ വിപ്രൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണനാണ്, അവരുടെ ഭാര്യമാര് പത്നിമാര് അവര് പാചകം ചെയ്യുകയാണ്. അപ്പൊ ഈ വിപ്രന്മാര് ബ്രാഹ്മണരെല്ലാവരും കൂടി ഇരുന്ന് യജ്ഞങ്ങൾ അനുഷ്ഠിക്കുകയാണ്. യജ്ഞം അനുഷ്ഠിക്കുമ്പം പിന്നെ ചെന്നിട്ട് പറയും കൃഷ്ണനും ബലരാമനും എന്നിട്ട് ഇവര് പറയും ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. കൂട്ടുകാരോട് പറയും, ഗോപന്മാരോട് പറയും, നിങ്ങൾ ചെന്നിട്ട് പിന്നെ ഈ ബ്രാഹ്മണർ എന്തായാലും യജ്ഞം നടത്തുന്ന ആർക്ക് വേണ്ടിയാ? വിഷ്ണുവിനെ അല്ലെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാ. അവരോട് ചെന്ന് പറയാം, ഞങ്ങൾ കൃഷ്ണനും ബലരാമനും വന്ന് കാട്ടിലുണ്ട്, അവർക്ക് വിശക്കുന്നു, അവർക്ക് കുറച്ച് പിന്നെ പ്രസാദം കൊടുക്കാൻ. അപ്പൊ അവിടെ ചെന്ന് ഈ പിന്നെ ബ്രാഹ്മണനോട് പറഞ്ഞപ്പോ അവർ ഓടിച്ചു, ഇവിടെ ഞങ്ങൾ യജ്ഞം നടത്തുന്നതാണ്, ഇവിടെ കൃഷ്ണനും ബലരാമനും കൊടുക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു. അവർക്കറിയില്ല ആക്ച്വലി കൃഷ്ണൻ ആരാണ്, ബലരാമൻ ആരാണ്. അവര് യജ്ഞം ചെയ്യുന്ന ആര്? യജ്ഞൈ വൈ വിഷ്ണു. അവരാർക്ക് വേണ്ടിയാണ് ഈ യജ്ഞം നടത്തുന്നത്. ആ ആൾക്കാര് നേരിട്ട് അവർക്ക് വേണ്ടി വന്ന് ഫുഡ് ചോദിച്ചിട്ട് കൊടുക്കുക. അതാണ് ബ്രാഹ്മണരുടെ വ്യത്യാസം എന്ന് പറഞ്ഞത്. കാരണം അവര് വൈദികമായ ചടങ്ങുകളിൽ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. അല്ലാതെ ഭഗവാൻ ഒരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ ആ വ്യക്തി സ്വയം വന്ന് നമ്മുടെ മുന്നിൽ വന്ന് ചോദിക്കുകയാണെന്നോ യാചിക്കുകയാണെന്നോ ഒന്നും അവർക്കറിയില്ല. പക്ഷേ അവരുടെ പത്നിമാരെന്ന് പറയുന്ന അവര് ഭയങ്കര ഭക്തരായിരുന്നു, ഭക്തിയുള്ള ഭക്തകളായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് പിന്നീട് ഇവര് ചെന്നൈസ് കൃഷ്ണനോട് പറയുമ്പോ അവരെ പറഞ്ഞ് ഇത് അവര് യജ്ഞം നടത്തുക, അതുകൊണ്ടൊന്നും ഇപ്പൊ ഒന്നും തരത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ചെന്നൈസ് പറഞ്ഞ പത്നിമാരോട് ചെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ പത്നിമാരോട് ചെന്ന് ചോദിക്കുക, അപ്പൊ തീർച്ചയായിട്ടും അവര് തരുമെന്ന് വീണ്ടും പോകും. അങ്ങനെ വീണ്ടും ഇവര് ചെന്ന് പത്നിമാരുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അതാണ് പരിശുദ്ധമായ ഭക്തി. അതാണ് ചിലപ്പോഴൊക്കെ പറയുന്നത് സ്ത്രീകൾക്കാണ് ഭക്തി കൂടുതലെന്ന് പറയുന്നത് പുരുഷന്മാരെക്കാൾ. ഇവര് വൈദികമായ ചടങ്ങുകളാണ് ചെയ്യുന്നത്, അവർക്ക് ആ ചടങ്ങുകളോടാണ് താല്പര്യം. പക്ഷെ ഇവര് പരിശുദ്ധ ഭക്തരായതുകൊണ്ട് എന്താ ചെയ്തത്? എങ്ങനെ കൊടുത്താലും ഇത് ഭഗവാൻ എന്റെ മുന്നിലല്ലേ എത്തേണ്ടത്, അല്ലെങ്കിൽ ഭഗവാനല്ലേ നമ്മളെ സമർപ്പിക്കേണ്ടത്, ഭഗവത് പാതാര ബിന്ദങ്ങളിലല്ലേ ഇത് സമർപ്പിക്കേണ്ടത്. അത് മനസ്സിലാക്കി ആ ഭക്തരായിട്ടുള്ള പരിശുദ്ധരായിട്ടുള്ള ഈ സ്ത്രീകള് പത്നിമാർ എന്ത് ചെയ്തു? അവരുണ്ടാക്കി വെച്ചിരുന്ന എല്ലാവിധ ഭക്ഷണ പദാർത്ഥങ്ങളും പ്രസാദം എടുത്തു കൊണ്ടുവന്നു അവര് തന്നെ സ്വയം വന്നിട്ട് ഭഗവാന് നിവേദിച്ചു. അത് കൃഷ്ണബലരാമന്മാർക്ക് കൊടുത്തു. ഭഗവാന് ഭയങ്കര സന്തോഷമായി. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. അവരിൽ ഒരാളാണ് ഈ ശുക്ലാംബര ചക്രവർത്തി. അതായത് വൃന്ദാവന ലീലകളിലെ യാജ്ഞിക ബ്രാഹ്മണരുടെ പത്നിമാരിൽ ഒരാളായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ ശുക്ലാംബര ബ്രഹ്മചാരി. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഭിക്ഷയെടുത്ത് ഓരോരുത്തരോടും നടന്ന് ഭിക്ഷയെടുത്ത് യാചിച്ച് ഭഗവാന് അദ്ദേഹവും കഴിക്കുന്നത് എങ്ങനെയാ, ഭഗവാനും കൊടുക്കുന്നത് എങ്ങനെയാ. അപ്പം പണ്ട് യാജ്ഞിക ബ്രാഹ്മണരുടെ പത്നിമാരോട് ഭക്ഷണം യാചിച്ചിരുന്നു. ചൈതന്യ മഹാപ്രഭുവും ശുക്ലാംബര ബ്രഹ്മചാരിയോട് അന്യം യാചിച്ചതിലൂടെ അതേ ലീല അനുഷ്ഠിച്ചു. അപ്പൊ അതാണ്. അപ്പം ശുക്ലാംബര ബ്രഹ്മചാരിയോട് ഭഗവാൻ ഭക്ഷണം യാചിക്കുമായിരുന്നു, എനിക്ക് ഭക്ഷണം തരണേ, എനിക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം തരണേ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പലരോടും നടന്ന് നല്ല നല്ല ഇനം അരിയൊക്കെ പിന്നെ ശേഖരിച്ച് പ്രസാദം ഉണ്ടാക്കി വേവിച്ചതെല്ലാം ഭഗവാന് സമർപ്പിക്കുമായിരുന്നു. അത് ഭഗവാന് വളരെ ഇഷ്ടമായിരുന്നു. അല്ലാതെ ഇപ്പം ഒരു ഗൃഹസ്ഥൻ എത്രമാത്രം പണ്ട്, അതുകൊണ്ടാണ് ഭഗവാൻ ദുര്യോധനന്റെ അടുത്ത് ചെന്നപ്പോഴാ ഭഗവാൻ എനിക്ക് ദുര്യോധനന്റെ അടുത്ത് ദുര്യോധനൻ പറഞ്ഞു, വാ എന്റെ വീടായത്, ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാം, എൻ്റെ അടുത്ത് വിരുന്ന് വരൂ, വിരുന്ന് ഒരുക്കി തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭഗവാൻ പോയില്ല. ഭഗവാന് അതായത് എന്താ, ഭഗവാൻ ഭാവഗ്രഹിയാണ്. എവിടെയാണ് സന്തോഷം, എവിടെയാണ് അർപ്പണ മനോഭാവം, എവിടെയാണ് ആത്മാർത്ഥത? അപ്പൊ അങ്ങനെയുള്ള വിതുരന്റെ വീട്ടിൽ പോയി, ഭക്തിയോടുകൂടിയുള്ള വിതുരന്റെ വീട്ടിൽ പോയി വിതുരപത്നിയുടെ അടുത്ത് നിന്ന് പഴത്തിന് പകരം തൊലി വാങ്ങിച്ച് കഴിച്ചയാളാണ് ഭഗവാൻ. ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ
ലീലകള്, ഭഗവാന്റെ മറ്റുള്ള ഭക്തന്മാരോടുള്ള സ്നേഹം, പരിഗണന, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ ആത്മാർത്ഥതയിൽ, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം നിഷ്കളങ്കതയോടുകൂടിയാണ് ഭഗവാനെ സേവിക്കുന്നത് അതിൽ അധിഷ്ഠിതമാണ്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെയാണ്. ഇവരോട് ചെന്ന് ഭഗവാൻ ഭിക്ഷയാചിച്ചു, അല്ലെങ്കിൽ അവരോട് ചെന്ന് കൃഷ്ണനും ബലരാമനും ഇച്ചിരി ഫുഡ് താ, അല്ലെങ്കിൽ പ്രസാദം താ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭഗവാൻ അവരിൽ നിന്ന് ഭിക്ഷ യാചിച്ച് കഴിച്ചു. അതേ ലീലയാണ് ഈ ശുക്ലാംബര ബ്രഹ്മചാരിയുടെ അടുത്തും അന്നം യാചിച്ച് ഭഗവാൻ ആ ലീല അനുഷ്ഠിച്ചതാണ്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തെല്ലാം ലീലകൾ, ചെറുതും വലുതുമായ ഒരുപാട് ലീലകളുടെ അതാണ് ഭഗവാൻ ലീലാ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. ഭഗവാൻ ലീലാ പുരുഷോത്തമൻ, അദ്ദേഹം വലുതും ചെറുതുമായ ധാരാളം ലീലകൾ അദ്ദേഹം കാഴ്ചവെച്ച് ആ ഒരു മഹത് അവതാരമായ ആണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ ആ ഭഗവാന്റെ പൂർണ്ണമായ അവതാരം തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അദ്ദേഹത്തിന്റെ ആ ഒരു ലീലയിലും, അതായത് ചൈതന്യ ലീലയിലും ഭഗവാൻ അതേ തരത്തിലുള്ള, കാരണം അവരെല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അതേ തരത്തിലുള്ള ലീലകളാണ് കാഴ്ചവെച്ചത്. ശ്ലോകം 39. നന്ദന ആചാര്യ ശാഖ ജഗദേവി ദീത ലൂകായി പ്രഭുരായാൻ രാഘരേ സ്ഥിത. ചൈതന്യ വൃക്ഷത്തിന്റെ 17ാമത്തെ ശാഖയായ നന്ദനാചാര്യൻ ലോകപ്രശസ്തനാകുന്നു. എന്തെന്നാൽ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഒളിച്ചു താമസിച്ചിരുന്നു. അപ്പൊ നന്ദനാചാര്യൻ എന്ന് പറയുന്ന മഹാപ്രഭുവിന്റെ നവദ്വീപത്തിലെ സങ്കീർത്തന ലീലകളിൽ അവിടുത്തെ മറ്റൊരു സഹചാരിയാണ്. ഓരോരുത്തരെയും പേരെടുത്ത് ഗ്രന്ഥകർത്താവ് വിവരിക്കുകയാണ്. ശ്രീ നിത്യാനന്ദ പ്രഭു തന്റെ അവധൂത രൂപത്തിൽ അനേകം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ആദ്യമായി നവദ്വീപിൽ എത്തിയപ്പോൾ നന്ദനാചാര്യന്റെ ഭവനത്തിലാണ് ഒളിച്ചു പാർത്തത്. അപ്പൊ ആദ്യം നമുക്കറിയാം, ഈ എന്താ നിത്യാനന്ദ പ്രഭുവിന്റെ മാതാപിതാക്കളുടെ അടുത്തൊരു ഒരു ബ്രാഹ്മണൻ വന്നു. അപ്പൊ അദ്ദേഹം അവിടെ വന്ന് 2 ദിവസമൊക്കെ താമസിച്ചിട്ട് പോയാ നേരം പറഞ്ഞു, എനിക്ക് ഈ കുട്ടിയെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അവനെ എന്റെ കൂടെ അയക്കണമെന്ന് പറഞ്ഞു. നിത്യാനന്ദ പ്രഭു അത് കാത്തിരുന്നേത്, എങ്ങനെയെങ്കിലും പോകണം. കാരണം അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണ്? ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹവുമായിട്ട് സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കുകയും ചെയ്യാനായിട്ടുള്ള ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച ലീലകളാണ്. അപ്പൊ അങ്ങനെ ആ പണ്ഡിതന്റെ ആ ബ്രാഹ്മണൻ ഇങ്ങനെ ചോദിച്ചപ്പോ, ഹഠായി പണ്ഡിതനോട് ചോദിച്ചപ്പോഴാ അദ്ദേഹത്തിന് ഭയങ്കര വിഷമം വന്നു. പക്ഷെ ബ്രാഹ്മണനല്ലയോ, കൊടുക്കാമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഈ കുട്ടിയെ വിടും. കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുട്ടി നിത്യാനന്ദ പ്രഭു ഈ മഹാപണ്ഡിതന്റെ കൂടെ വരും. എന്നിട്ട് അദ്ദേഹം പല തീർത്ഥസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് പിന്നീട് ആദ്യമായിട്ട് നവദ്വീപിലെത്തി. അപ്പൊ അവിടെയാണ് ചൈതന്യ മഹാപ്രഭു ഉള്ളത്. നവദ്വീപിലെത്തി. എന്നിട്ട് ഈ നന്ദനാചാര്യന്റെ ഭവനത്തിലാണ് ഒളിച്ചു പാർത്തത്. അപ്പൊ അത് അങ്ങനെ ഒളിച്ചു പാർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു ഉണ്ട് അവിടെ. അപ്പം അങ്ങനെ അതിനുശേഷം അദ്ദേഹം അവിടെ ഒളിച്ചു പാർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചൈതന്യ മഹാപ്രഭുവിന് മനസ്സിലായി, തന്റെ ബെറ്റർ ഹാഫ് എന്ന് പറയുന്ന പോലെ അതർ ഹാഫ് നിത്യാനന്ദ പ്രഭു ബലരാമൻ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കാണണം. അപ്പൊ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ആരെ അയക്കും, ഭഗവാൻ ഇങ്ങനെ ഒരാള് ഒളിച്ചു താമസിക്കുന്നുണ്ടോന്ന് അറിയാൻ. അപ്പൊ അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഭഗവാൻ തന്നെ ചെന്ന് നന്ദനാചാര്യന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ മറ്റു ഭക്തന്മാരും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് ആദ്യമായിട്ട് അവിടെ വെച്ചായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ തമ്മിൽ കണ്ടുമുട്ടിയത്. അതൊരു വലിയ ലീലയാണ്. ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ന് വെച്ചാൽ വിവരണാതീതമാണ്. രണ്ടുപേരുടെ കണ്ടു. ഒരാൾ വിളിക്കും ചൈതന്യ, ഒരാൾ വിളിക്കും നിത്യാനന്ദ, ഒരാൾ വിളിക്കും ചൈതന്യ, നിത്യാനന്ദ, ചൈതന്യ, നിത്യാനന്ദ, ചൈതന്യ, വിളിച്ച് രണ്ടുപേരൂടെ പരസ്പരം കണ്ണ് നിറഞ്ഞ് കണ്ടു. എന്നിട്ട് പരസ്പരം ആശ്ലേഷിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇവര് ആദ്യമേ തന്നെയല്ലേ, ഇപ്പം കൃഷ്ണ ബലരാമന്മാരെന്ന് വെച്ചാൽ അവര് ചെറുപ്പത്തിലേ മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. ഇവൻ ശ്രീരാമനും ലക്ഷ്മണനും ആയാലും. പക്ഷെ ഇവിടെ നിത്യാനന്ദ പ്രഭു എന്ന് വെച്ചാൽ വേറെ ഒരിടത്താണ്, ഏകചക്ര എന്ന സ്ഥലത്താണ്, ഭഗവാൻ നവദ്വീപിലും. ഈ നിത്യാനന്ദ പ്രഭു കുറച്ചുകൂടെ മൂത്തതാണ്, ഭഗവാനെക്കാട്ടില്ല കുറച്ചുകൂടെ മുതിർന്നതാണ്.
അപ്പൊ അങ്ങനെയാണ് രണ്ടുപേരുടെ അവരുടെ രണ്ടുപേരുടെ സംഗമം, ചൈതന്യയുടെയും നിത്യാനന്ദയും കൂടെയുള്ള സംഗമം. എത്രയോ കാലമായിട്ട് അവർ ആഗ്രഹിച്ചും മനസ്സിൽ സൂക്ഷിച്ചും മനസ്സിൽ എന്താ പറയാ, നമ്മൾ നേരത്തെ പറയുന്ന പോലെ താലോലിച്ച് മനസ്സിൽ താലോലിച്ച് കൊണ്ടു നടന്നതാണ് രണ്ടുപേരുടെയും കൂടെ കൂടിക്കാഴ്ച. അത് വളരെ വളരെ എന്താ പറയാ അതിശയോക്തിയുള്ള ഒരു കാര്യമാണ്, അതിശയിപ്പിക്കുന്നതാണ്. അത്രമാത്രം ആ വികാരങ്ങൾ രണ്ടുപേരുടെ ഉള്ളിലിരിക്കുന്ന സ്നേഹം, പ്രേമം അവരുടെ രണ്ടുപേരുടെ കൈമാറി രണ്ടുപേരുടെ അങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ കൂടിക്കാഴ്ച. അപ്പൊ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ പ്രകാശലീല പ്രത്യക്ഷമാക്കിയപ്പോൾ നന്ദനാചാര്യന്റെ ഗ്രഹത്തിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന അദ്വൈത പ്രഭുവിനെ വിളിക്കാൻ രാമായി പണ്ഡിതനോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഈ ഒരിക്കല് രാമായി പണ്ഡിതൻ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ട്. അപ്പൊ അദ്ദേഹം ഈ നന്ദനാചാര്യന്റെ ഗ്രഹത്തിൽ ഒളിച്ചു താമസിച്ചു ഒരു ദിവസം അദ്വൈത ആചാര്യൻ. അപ്പം ചൈതന്യ മഹാപ്രഭു ഒരു ദിവസം ഈ രാമായി പണ്ഡിതനോട് പറഞ്ഞു, അദ്വൈത ആചാര്യ ഈ നന്ദനാചാര്യന്റെ വീട്ടിൽ ഒളിച്ചു താമസിപ്പ് കൊണ്ടുപോയി വിളിച്ചുകൊണ്ട് വരാന്. അപ്പൊ ഈ അദ്വൈത ആചാര്യ വിചാരിക്കുകയാണ്, ഓ ഇത് ശരിക്കും ഇത് ശ്രീമദ് ചൈതന്യ ഭാഗവതത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം എന്താണ് ഇദ്ദേഹം ശരിക്കും ഭഗവാൻ തന്നെയാണോ എന്നൊരു ഒരു സന്ദേഹം ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി അദ്വൈതാചാര്യന്റെ മനസ്സിൽ. അപ്പം ഈ രാമായി പണ്ഡിത് ഗ്രഹത്തിൽ ചെന്നു, നന്ദനാചാര്യന്റെ ഗ്രഹത്തിൽ ചെല്ലുമ്പോഴാ ഇവരവിടെ ഉണ്ട്. അപ്പൊ അവിടെ ഒളിച്ചു താമസിക്കുക. അപ്പം മഹാപ്രകാശ ലീല പ്രത്യക്ഷമാക്കാനാണ്. അപ്പം ഇത് ചൈതന്യ മഹാപ്രഭു വന്നത് ആചാര്യന്റെ വീട്ടിലാണ്. അപ്പൊ ശ്രീവാസാചാര്യന്റെ വീട്ടിലാണ് എല്ലാ ലീലകളും നടക്കുന്നത്. ചില ദിവസം 3 ദിവസം അടുപ്പിച്ച് കീർത്തനങ്ങള്, ചിലപ്പോ രാത്രി ഇവര് ഉറക്കമില്ലാതെ ഇങ്ങനെ സങ്കീർത്തനമാണ് എപ്പോഴും. നമ്മള് ഈ എന്താ പറയാ നവദ്വീപിൽ അവിടെയൊക്കെ പോകുമ്പം അങ്ങനെ അവിടെ കാണാം ശ്രീവാസാചാര്യനും ഭഗവാനും അവിടെ വന്ന് ഈ മഹാപ്രകാശ ലീലകളൊക്കെ കാണിച്ച സ്ഥലമൊക്കെ ഇപ്പോഴും അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവരിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഭഗവാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കീർത്തനങ്ങളായി, ഡാൻസ്, നൃത്തമായി, പിന്നെ അതുപോലെ ഓരോരോ ലീലകളായി, മഹാപ്രകാശ ലീലയായി. അപ്പൊ അങ്ങനെ അദ്വൈതാചാര്യൻ ഇങ്ങനെ എന്നിടത്ത് ഒളിച്ച് താമസിക്കൊണ്ട് നീ പോയി വിളിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞ രാമായി പണ്ഡിതനോട് പറഞ്ഞു വിട്ടു. അദ്ദേഹം ഇവിടെ വരുന്നതിനെ കാരണം ഭഗവാൻ അറിയാം, ചൈതന്യ മഹാപ്രഭുവിന് അറിയാം എന്തോ ഒരു ചെറിയൊരു സന്ദേഹം ഉണ്ട് അദ്വൈതാചാര്യക്ക്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ അറിയാം തീർച്ചയായിട്ടും ഇത് ചൈതന്യ മഹാപ്രഭു ഞാൻ ആഗ്രഹിച്ച് വിളിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭഗവാൻ തന്നെയാണ് എന്നറിയാം. എന്നാലും അദ്ദേഹം ഇങ്ങനെ അതും ഓരോ ലീലകളാണ് ഇവര് പിന്നെ തീർച്ചയായിട്ടും അവരുടെ ആ ലീലകൾ അതൊക്കെ പ്രദർശിപ്പിക്കുന്നതാണ്. അപ്പം അങ്ങനെ വന്നു. അപ്പം നിമായി പണ്ഡിത് എന്തായാലും അദ്വൈതാചാര്യനും പത്നി സീത താക്കുറാണി അവർ രണ്ടുപേരുടെ എല്ലാം ഒരുങ്ങി എല്ലാവിധ ഭഗവാനെ ആരാധിക്കാനുള്ള എല്ലാ പാരഫെർണേലിയായും എല്ലാം കരുതിയിട്ടാണ് അവിടെ വരുന്നത്. അപ്പൊ വരുന്ന ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭഗവാൻ എന്ന് അപ്പോഴത്തേക്കാണ് ഈ മഹാപ്രകാശ ലീല അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അപ്പൊ നന്ദനാചാര്യ വന്നപ്പോ ഭഗവാൻ എന്താണ് ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ ഓടക്കുഴലും ഒക്കെ വെച്ചിട്ട് 3 ഭംഗിമ രൂപം, 3 വളവുകളോടുകൂടിയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ സുന്ദരമായ രൂപം, വനമാലയും ഒക്കെ അണിഞ്ഞ് ശ്രീവത്സവും ഒക്കെ ചാർത്തി അതേ രൂപമാണ് ആ മഹാപ്രകാശ ലീലയിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. കാരണം എന്തിനാ, നന്ദനാചാര്യർക്ക് ചെറിയ ഒരു സന്ദേഹം ഉണ്ടോന്ന് ഭഗവാന്റെ മനസ്സിലും തോന്നി. അപ്പൊ അങ്ങനെയാണ് അന്നേരം എന്താ ഇത് സൂപ്പർ സോള്, അതായത് അന്നേരമാണ് അദ്വൈതാചാര്യ വന്നിച്ച് പറഞ്ഞു ഇത് തീർച്ചയായിട്ടും ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് പരമാത്മാവ് തന്നെയാണ്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മനോഹരമായ രൂപം, അതായത് ഈ ഭൗതിക ലോകത്തിലേക്ക് ഇത്ര മനോഹരമായ ഒരു രൂപം ഇല്ലെന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവാകർഷകനാണ്, അദ്ദേഹത്തിന്റെ രൂപം എല്ലാവരും കൊതിക്കുകയും ആഗ്രഹിക്കുന്നു. പക്ഷെ അതിലുപരി അദ്ദേഹം ഈ ചുട്ടുപഴുത്ത തങ്കത്തിന്റെ സ്വർണത്തിന്റെ നിറമുള്ള ഈ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാട്ടിൽ വെച്ച്, അതായത് ലോകത്തില് ഈ ഭൗതിക ലോകത്തിലും ആത്മീയ ലോകം ഒക്കെ വെച്ച് നോക്കിയാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫോം എന്നാണ് പറയുന്നത്. പിന്നെ അതിലുപരി അദ്ദേഹത്തിന്റെ ആ പ്രേമം, അപ്പം എത്ര സൗന്ദര്യമുള്ളവരും ഹൃദയത്തിലെ ശുദ്ധി
അല്ലെങ്കിൽ ഉള്ളിൽ നന്മയില്ലെങ്കിൽ അവരുടെ സൗന്ദര്യം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളിപ്പോ ചിലര് പറയുമോ എന്തൊരു സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ പോലും അവരുടെ ഉള്ളിലാണ് സൗന്ദര്യം. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് ഉള്ളിലും പുറത്തും സൗന്ദര്യമാണ്. കാരണം വെച്ചാൽ ഉള്ളു നിറയെ കൃഷ്ണപ്രേമമാണ്. കൃഷ്ണപ്രേമത്തിന്റെ മൂർത്തി ഭാവമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറയെ കൃഷ്ണപ്രേമം. അതാണ് അതായത് പുറമേ ഭക്തന് പുറമേ രാധയും കാരണം വെച്ചാൽ ഭാവം. അതുപോലെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഭഗവാനുമാണ്. പക്ഷെ ഈ എന്താണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഉള്ളിലെ ഭക്തി, ഭഗവാനോടുള്ള സ്നേഹം, പ്രേമം, അതെല്ലാം അദ്ദേഹത്തിന്റെ മുഖത്ത് അത്ര സ്ഥായി ഭാവമായിരിക്കുകയാണ്. അപ്പൊ അത് കാണുന്ന മഹാപ്രകാശ ലീലയിൽ ഭഗവാന് ഇങ്ങനെ അതായത് ലീല കാണിക്കുന്ന സമയത്ത് ബ്രഹ്മാവ്, ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മാവ്, എന്താണ് 6 മുഖമുള്ള ശിവൻ, അതുപോലെ എന്താ പറയാ അതുപോലെ എല്ലാവിധ പാരകർണേലിയയിലും കൂടിയാണ് ഭഗവാൻ ഈ മഹാപ്രകാശ ലീല അവിടെ കാഴ്ചവെച്ചത്. അപ്പം ഈ അദ്വൈതാചാര്യ ചെന്ന് ഭഗവാനെ കാണുമ്പോൾ ഈ ഒരു രൂപമാണ് കാണുന്നത്. അദ്ദേഹം വേഗം ചെന്ന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് എന്നിട്ട് അദ്ദേഹം എന്നിട്ട് അതിനു മുമ്പായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നരൻ വന്നിട്ടുണ്ട്. നരൻ എന്നാണ് വിളിക്കുന്നത് അദ്വൈതാചാര്യ. നരഹസ്തം എന്നാണ് പറയുന്നത്. നരൻ വന്നിട്ടുണ്ട്, നീ പോയി വിളിച്ചിട്ട് വാ എന്ന് പറയും. അങ്ങനെയാണ് ഈ നന്ദനാചാര്യന്റെ വീട്ടിൽ ഒളിച്ചു താമസിച്ചിരുന്ന അദ്വൈതാചാര്യൻ വരുന്നത്. അദ്വൈതാചാര്യൻ വന്ന് ഭഗവാന്റെ പാദങ്ങളെ കണ്ട് നമസ്കരിച്ച് അവിടെ അദ്ദേഹം അതായത് ഒരു എന്താ പറയാ ത്രിദണ്ഡ് പോലെ, അതായത് ഭഗവാനെ ഇങ്ങനെ ഒരു രൂപത്തില് കണ്ടിട്ട് ദണ്ണ് കണക്കെ അദ്ദേഹം വീണ് നമസ്കരിക്കും. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം കൊണ്ടുവന്ന എല്ലാ പാരഫർണിയായാലും ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാമഗ്രികളുമായിട്ടാണ് അദ്ദേഹത്തെ പൂജ ചെയ്യാനായിട്ട് വന്നത് അദ്വൈതാചാര്യൻ. അങ്ങനെ വന്നു അദ്ദേഹത്തെ പൂജയൊക്കെ ചെയ്തു. വളരെ സന്തോഷമായി എല്ലാവരും. അപ്പൊ അങ്ങനെയാണ് മഹാപ്രഭു ഇങ്ങനെ അദ്വൈതാചാര്യയായിട്ട് അദ്വൈതാചാര്യത്തിൽ ഒരു ചെറിയൊരു സന്ദേഹം ഭഗവാനെ കുറിച്ച് ഉണ്ടായിരുന്നപ്പോഴാണ് അത് തീർക്കാനായിട്ട് അദ്ദേഹം തന്റെ മഹാപ്രകാശ ലീല പ്രത്യക്ഷമാക്കി കൊടുത്തു. അപ്പൊ അങ്ങനെ മഹാപ്രഭു അതുപോലെ ചിലപ്പോഴൊക്കെ നന്ദനാചാര്യന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് മെയിനായിട്ട്. നന്ദനാചാര്യന്റെ ഭവനത്തിൽ ഒളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരിക്കലും ചൈതന്യ ഭാഗവതത്തില് മധ്യഖണ്ഡത്തിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഈ ലീലകളും ഭഗവാന്റെ ഈ എന്താ പറയാ മഹാപ്രകാശ ലീലകൾ പ്രത്യക്ഷമാക്കിയതും അദ്വൈതാചാര്യനെ ഈ എന്താ പറയാ നന്ദനാചാര്യന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നതും പണ്ഡിത് വരുന്നതും അദ്ദേഹം സംസാരിക്കുന്നതും ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ വിടുന്നതും വന്നിട്ടുണ്ട് നരൻ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഈ ചൈതന്യ ഭാഗവതത്തിലും വർണ്ണിച്ചിട്ടുണ്ട്. ശ്ലോകം 40 ശ്രീ മുകുന്ദ ദത്താശാഖ പ്രഭുരസമധ്യായി യാൻഹാര കീർത്തനേനാചേ ചൈതന്യ ഗോസായി. ചൈതന്യ ഭഗവാന്റെ ഒരു സഹപാഠിയായിരുന്ന മുകുന്ദദത്തൻ ചൈതന്യ വൃക്ഷത്തിന്റെ മറ്റൊരു ശാഖയായിരുന്നു. അദ്ദേഹം പാടുമ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു നൃത്തം ചെയ്യുമായിരുന്നു. ഇനി അടുത്ത ആളാണ് മുകുന്ദദത്തൻ. അപ്പൊ മുകുന്ദദത്തൻ എന്ന് പറയുന്ന ആള് പടിയാ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ചട്ടഗ്രാമ ജില്ലയിലെ ചൻഹാരയിലാണ് ജനിച്ചത്. ഈ ഗ്രാമം പുണ്ടരീക വിദ്യാനിധിയുടെ ഭവനത്തിൽ നിന്ന് 10 കോശം അഥവാ 20 മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗൗരഗണേശ ദീപികയില് ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രജസ്ഥിതൗ ഗായകൗ യൗ മധുകണ്ഠ മധുവൃതൗ മുകുന്ദ വാസുദേവോ തൗ തദ്ദത്തൗ ഗൗരാംഗ ഗായകവും. അതായത് വ്രജത്തിലാ 2 പാട്ടുകാരുണ്ട്, 2 ഹൃദ്യമായിട്ട് പാടുന്ന 2 പാട്ടുകാരുണ്ടായിരുന്നു. അവരുടെ പേരാണ് മധുകണ്ഠൻ, മധുവൃതൻ, 2 പേരാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ സമൂഹത്തിലെ ഗായകരായിരുന്നു അതായത് മുകുന്ദനും വാസുദേവദത്തനും. അപ്പൊ അവർ ഈ 2 മധുകണ്ഠനും മധുവൃതനും അവർ 2 പേരും ചൈതന്യ ലീലയിൽ മുകുന്ദനും വാസുദേവദത്തനുമായിട്ട് ആവിർഭവിച്ചിട്ടുണ്ട്. മുകുന്ദദത്തൻ എന്നും പറയും. അവരുടെ 2 പേരുടെയും
വിഗ്രഹങ്ങള് നമ്മള് ബംഗ്ലാദേശിൽ പോയ സമയത്ത് അവിടെ ഈ നവദ്വീപിൽ ആ സ്ഥലത്ത് കഡ്വ എന്ന ആ സ്ഥലത്ത് പിന്നെ അവിടാണെന്ന് തോന്നുന്നു. അവിടെ അവരുടെ രണ്ടുപേരുടെയും ഈ പിന്നെ വിഗ്രഹങ്ങൾ ഒരിടത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ വസുദേവദത്തന്റെയും മുകുന്ദദത്തയുടെയും. അപ്പൊ ഇവര് രണ്ടുപേരും ആക്ച്വലി പതിവായിട്ടിരുന്ന അർത്ഥശാസ്ത്ര സംബന്ധമായ വാദപ്രതിവാദങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുമായിരുന്നു ചൈതന്യ മഹാപ്രഭു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് മുകുന്ദദത്തനുമായിട്ട്. അപ്പൊ ഇവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ സതീർത്ഥ്യനായിരുന്നു, ഇതുപോലെ ഒന്നിച്ച് പഠിച്ചിരുന്നതാണ്. അങ്ങനെ മുകുന്ദദത്തനോടൊപ്പം തർക്കശാസ്ത്രത്തിലെ തത്രങ്ങളൊക്കെ ഇവർ ചൈതന്യ മഹാപ്രഭു ഏറ്റുമുട്ടും. അപ്പം ചൈതന്യ ഭാഗവതത്തിനകത്ത് ഇതൊക്കെ പിന്നെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഗയയിൽ നിന്ന് മടങ്ങി എത്തിയപ്പോഴാണ് ശ്രീ ഭാഗവതത്തിൽ നിന്ന് കൃഷ്ണലീലയെ കുറിച്ചുള്ള ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുത്ത് മുകുന്ദദത്തൻ ഭഗവാനെ സന്തോഷിപ്പിച്ചത്. അപ്പൊ ചൈതന്യ ഭാഗവതം മധ്യഖണ്ഡത്തില് ഇത് പിന്നെ അതുപോലെ പറയുമ്പോഴാ ഈ പുണ്ടരീക വിദ്യാനിധിയുടെ ശിഷ്യനായി ജലധാര പണ്ഡിതൻ. പുണ്ടരീക വിദ്യാനിധി എന്ന് പറയുന്നത് ഋഷഭാനുവാണ്. ഋഷഭാനു എന്ന് പറഞ്ഞ നമ്മുടെ രാധാറാണിയുടെ പിതാവാണ് പുണ്ടരീക വിദ്യാനിധി. അപ്പം ജലധാര പണ്ഡിതൻ പുണ്ടരീക വിദ്യാനിധിയുടെ ശിഷ്യനായത് അദ്ദേഹത്തിന്റെ പരിശ്രമത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. മുകുന്ദദത്തന് ശ്രീവാസ അങ്കണത്തിൽ പാടുമ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടിനൊത്താണ് ചൈതന്യ മഹാപ്രഭു നൃത്തം വയ്ക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിന് ഭഗവാന്റെ കീർത്തനങ്ങൾ, ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുമ്പോഴൊക്കെ അദ്ദേഹം നൃത്തം ചെയ്യുമായിരുന്നു. അതപ്പോ ഈ മുകുന്ദദത്തന അവിടെ ഇരുന്ന് ശ്രീവാസാങ്കന്റെ വീട്ടിലെ പോയിരുന്ന് അവര് കീർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഈ മുകുന്ദദത്തൻ പാടുമ്പോഴാ ആ പാട്ടിനൊത്ത് ശ്രീ മഹാപ്രഭു നൃത്തം ചെയ്യുമായിരുന്നു. അപ്പൊ ചൈതന്യ ഭഗവാൻ സാതപ്രഹരീയം, അതായത് 7 പ്രഹരങ്ങൾ എന്നറിയപ്പെടുന്ന 21 മണിക്കൂർ നീളുന്ന അതാണ്. അതായത് ഈ പിന്നെ കീർത്തനമൊക്കെ പാടി ഡാൻസ് ചെയ്യുമ്പോൾ രാത്രിയില്, അതായത് അഘോരം ആയിട്ടുള്ള അഖണ്ഡമായിട്ടാണ് ഇവരുടെ പിന്നെ കീർത്തനവും രാത്രിയിൽ ഉറങ്ങാതെ 3 ദിവസമൊക്കെ അടുപ്പിച്ച്, അതാണ് ഈ പറയുന്നത്. അതായത് സാത്രപ്രഹരീയം 7 പ്രഹരങ്ങൾ എന്നറിയപ്പെടുന്ന 21 മണിക്കൂർ. നമ്മൾ വെറുതെ 7 3 21 3 ദിവസമാണ്. 21 മണിക്കൂർ 7 ദിവസം കൊണ്ട് പിന്നെ 7 പ്രഹരങ്ങൾ എന്നാണ് അതിനെ പറയുന്നത്. 21 ദിവസം 21 മണിക്കൂർ ഒരുപോലെ 3 ദിവസം നിർത്താതെ ഇവര് കണ്ടിന്യൂസ്, നമ്മളിപ്പോ അഖണ്ഡനാമം എന്ന് പറയുന്നത് ചിലർ 24 മണിക്കൂർ വെക്കും, 24 മണിക്കൂർ വെക്കും. അല്ലെങ്കിൽ നേരത്തോട് രാവിലെ 6 മുതൽ അല്ലെങ്കിൽ വൈകുന്നേരം 6 മണി വരെ വെക്കും. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയിട്ട് നാളെ വൈകിട്ട് 6 മണി വരെ, അപ്പം 24 മണിക്കൂർ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും ഇത് ഡാൻസും കീർത്തനങ്ങളും കൂടാണ്. നൃത്തവും കീർത്തനവും ഒരുപോലെ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നൃത്തമൊക്കെ ആ സമയത്താണ്. അന്നേരം അദ്ദേഹം പല പല കാര്യങ്ങളും ഈ തന്റെ കോൺഫിഡൻഷ്യൽ ഡിവോട്ടീസുമായിട്ടാണ് ഈ ലീലകളൊക്കെ ആടുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണരെ പുറത്തുള്ള ആൾക്കാരെ ആരെയും കേറ്റത്തില്ല. ഇവര് വന്ന് ചോദിച്ചാൽ പോലും അവരെ കേറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ 21 മണിക്കൂർ നീളുന്ന ഉന്മത്താവസ്ഥ അത് ആവിഷ്കരിക്കുമ്പോൾ മുകുന്ദദത്തന ഗാനം ആലപിച്ച് ആ ചടങ്ങിനെ ആരംഭം കുറിച്ച് അദ്ദേഹമാണ് പാടിക്കൊടുക്കുന്നത്. കീർത്തനം പാടും, പിന്നെ എല്ലാവരും പാടും, ഓരോരുത്തരും പാടും അവരവരുടെ കണക്ക്. ഇപ്പൊ നമ്മളൊരു കീർത്തനമൊക്കെ നടത്തുമ്പം ഓരോ ഗ്രൂപ്പായിട്ട് വന്ന് കീർത്തനം ചെയ്യും. അതുപോലെ അഖണ്ഡനാമം നടത്തുമ്പോൾ ഓരോരോ ഗ്രൂപ്പായിട്ടാണ് വന്ന് അഖണ്ഡനാമം നടത്തുന്നത്. അതേപോലെ ഈ ആരംഭം കുറിക്കുന്നത് മുകുന്ദദത്തനാണ്. അപ്പം ഈ മുകുന്ദദത്തൻ പലതരത്തിലുള്ള അഭക്തന്മാർ നടത്തുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമായിരുന്നു ആദ്യവും. അപ്പൊ ചൈതന്യ മഹാപ്രഭു ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ ഘടജാട്ടിയ ബേട്ട എന്ന് വിളിച്ചത്. അതായത് നീ എന്താണ് പിന്നെ പലയിടത്തും പോയി, ഇപ്പൊ നമ്മള് പറയത്തില്ലേ പലയിടത്തും പോയി പല സത്സംഗത്തിലും എത്തിപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പിന്നെ പല അമ്പലങ്ങളിൽ പോവുകയും അതേപോലെ പലവിധ ദേവാരാധനകൾ നടത്തുന്നവര്, പിന്നെ പല പല സത്സംഗത്തിൽ പോകുന്നവര്, ഒരാള് തന്നെ പല പല ഗ്രൂപ്പുകളിൽ പോവും, സത്സംഗത്തിൽ പോവും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചത്. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് നീ എന്ന് പറഞ്ഞ് ശാസിക്കുമായിരുന്നു. അപ്പൊ മഹാപ്രഭു ചന്ദ്രശേഖരന്റെ ഭവനത്തിൽ നൃത്തം ചെയ്യുന്നതിന് ലക്ഷ്മീദേവിയുടെ വേഷം ധരിക്കുമ്പോഴും മുകുന്ദദത്തൻ ആദ്യം, അപ്പൊ ഭഗവാൻ ഇങ്ങനെ പല ലീലകളും കാണിക്കും, ലക്ഷ്മീദേവിയുടെ വേഷം ധരിക്കും ചില സമയത്ത്. അപ്പൊ ആ സമയത്തൊക്കെ ഈ മുകുന്ദദത്തയാണ് ആദ്യമായിട്ട് പാടിക്കൊടുക്കുന്നത്. അപ്പൊ പാടുമ്പോഴാണ് അതനുസരിച്ച് അദ്ദേഹം നൃത്തം ചെയ്യുന്നത്.
ഭഗവാൻ സന്യാസം സ്വീകരിക്കാനുള്ള തന്റെ അഭിലാഷം വെളിവാക്കുന്നതിന് മുൻപ് ആദ്യം അപ്പൊ ഈ ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ അറിയണം ഈ മൂതദത്തൻ അല്ലെങ്കിൽ വാസുദേവദത്തൻ അല്ലെങ്കിൽ നന്ദനാചാര്യ, അപ്പൊ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴാ നമ്മുടെ മനസ്സിൽ ഇനിയും ഇത് അവരെ കുറിച്ച് ഒരു ചെറിയ പരിചയപ്പെടുത്തലാണ്. ഭഗവാനാകുന്ന മഹാപ്രഭുവാകുന്ന മഹാവൃക്ഷത്തിന്റെ ഓരോ ശാഖകള്, അതിനകത്തെ ഓരോ ശാഖയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന് പ്രിയപ്പെട്ടതാണ്. അപ്പൊ അവരെല്ലാം ഭഗവാന്റെ ലീലകളിൽ ഓരോ റോള് വഹിച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മുകുന്ദദത്തന്റെ കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ സന്യാസം സ്വീകരിക്കാനുള്ള അഭിലാഷം വെളിവാക്കുന്നതിന് മുൻപ് മുകുന്ദദത്തന്റെ ഭവനത്തിൽ പോയി. അപ്പൊ അതുപോലെ തന്നെ സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് കുറെ നാൾ കൂടി സങ്കീർത്തന പ്രസ്ഥാനം തുടർന്നു കൊണ്ടുപോകാൻ അപ്പൊ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു മുകുന്ദദത്ത. അപ്പൊ ഈ സന്യാസം സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ സങ്കീർത്തന പ്രസ്ഥാനം കുറെ കൂടെ ഒക്കെ ഇങ്ങനെ പോകട്ടെ, കാരണം സങ്കീർത്തന യുഗമാണ്. അപ്പൊ സന്യാസിയായി കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അപ്പൊ അത് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞു കുറെ കാലം കൂടി ഇങ്ങനെ പിന്നെ തുടർന്നു കൊണ്ട് പോകണം സങ്കീർത്തന പ്രസ്ഥാനം. അപ്പൊ ആ ചൈതന്യ ഭാഗവതം ഇത് കൂടുതൽ പറയുന്നുണ്ട്. അപ്പൊ ചൈതന്യ ഭഗവാന്റെ സന്യാസധാരണത്തെ കുറിച്ച് നിത്യാനന്ദ പ്രഭുവിലൂടെ ഗദാര പ്രഭുവും ചന്ദ്രശേഖര ആചാര്യനും മുകുന്ദദത്തനും അറിഞ്ഞായിരുന്നു. അപ്പൊ നിത്യാനന്ദ പ്രഭുവാണ് ഭയങ്കര കോൺഫിഡൻഷ്യൽ, കാരണം അത് അവര് എപ്പോഴും ബ്രദേഴ്സാണ്, ആ ഒരേ ഒരു മനോഭാവത്തിലാണ് എപ്പോഴും. അപ്പൊ എന്തുണ്ടെങ്കിലും ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവായിട്ട് ഷെയർ ചെയ്യും. എന്നിട്ട് അദ്ദേഹമാണ് തന്റെ സഹപാഠികളോടൊക്കെ പറയുന്നത്. അപ്പം നിത്യാനന്ദ പ്രഭുവിലൂടെ ഗദാര പ്രഭുവും ചന്ദ്രശേഖരനെ മുകുന്ദദത്തെയൊക്കെ അറിഞ്ഞിരുന്നു ഭഗവാൻ സന്യാസം സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പൊ അവരെല്ലാവരും അതുകൊണ്ട് കട്വായിൽ പോയിട്ട് സന്യാസ ധാരണത്തിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ അങ്ങനെ ചെയ്തു. അപ്പൊ ഭഗവാൻ സന്യാസം സ്വീകരിച്ചതിന് ശേഷവും നിത്യാനന്ദ പ്രഭുവും ഗദാര പ്രഭുവും ഗോവിന്ദനും പുരുഷോത്തമ ക്ഷേത്രം വരെ ഭഗവാനെ അനുഗമിച്ചു. അവിടുന്ന് ഗയയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത്. അപ്പൊ എന്നിട്ട് അപ്പം ജലേശ്വരം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് നിത്യാനന്ദ പ്രഭു ഒരിക്കലാ ചൈതന്യ മഹാപ്രഭുവിന്റെ സന്യാസദണ്ഡ് ഒടിച്ചു. അതുമൊക്കെ നമ്മൾ എലാബറേറ്റ് ആയിട്ട് ഈ ഓരോ ശ്ലോകത്തിലും അധ്യായത്തിലൊക്കെ ഇത് വരും. അപ്പൊ എന്തിനാണ് ഒടിച്ചത്? ആക്ച്വലി എന്താണ്, ഇപ്പൊ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് സ്വയം ഭഗവാനാണ്. അദ്ദേഹം സന്യാസം സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിത്യാനന്ദ പ്രഭുവിന്റെ അഭിപ്രായം. കാരണം ഭഗവാൻ എന്തിനാണ് ഈ സന്യാസിമാര് അവര് പരിത്യാഗികളായിട്ട് വരുന്നത്? കാരണം സന്യാസം എന്ന് പറഞ്ഞാൽ പരിത്യാഗം എന്നാണ്. ഈ പരിത്യാഗത്തില് ശരീരം, മനസ്സ്, വാക്കുകൾ, ഇതിനെ മൂന്നിനെ നിയന്ത്രിക്കണം. നമ്മള് ഉപദേശാമൃതത്തിനകത്ത് പറയുന്നുണ്ടോ, അതായത് മനസ്സാ ക്രോധവേഗം, വാച്ചോ വേഗം മനസ്സാ ക്രോധവേഗം. അതായത് ഒരാള് മനസ്സിനെ, വാക്കിനെ, പിന്നെ ശരീരത്തെ, പിന്നെ ക്രോധം, അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് സന്യാസത്തിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഇതിനെല്ലാം ആദ്യം നാമം ജപിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ്, അല്ലെ? മന്ത്രം മന ഇതി ത്രായതേ മന്ത്ര. നാമം ജപിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മനസ്സിനെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ മനസ്സ് പല പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയി പിന്നെ ഭൗതിക കാര്യങ്ങളിൽ ഇങ്ങനെ കൂടുതൽ മേഞ്ഞു നടക്കുന്ന ഒരു പ്രകൃതിയാണ് നമ്മുടെ മനസ്സിൽ. അപ്പൊ മനസ്സിനെ ഇത്രയും അത് എപ്പോഴും താഴേക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മുടെ മനസ്സ് വളരെ പവർഫുൾ തന്നെയാണ്. പക്ഷെ മനസ്സിന് ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മികത കൂടുതൽ ആചരിക്കണം. ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിലോ ആത്മാവും താഴെയാകും, ആത്മാവിനെക്കാട്ടിൽ ഭൗതികമായ മാനസിക നിലവാരം വർദ്ധിക്കും. അപ്പൊ അന്നേരമാണ് നമുക്ക് പിന്നെ ഒന്നിനോടും ആത്മീയമായിട്ടുള്ള ഒന്നിനോടും താല്പര്യമില്ലാതെ വരും. പക്ഷെ തിരിച്ച് ആത്മാവ് മേളിൽ നിൽക്കണം, മനസ്സ് അതിനിച്ചിട്ട് താഴെ നിൽക്കാവുള്ളൂ. ആ സമയത്താണ് നമുക്ക് കൂടുതൽ ആത്മീയ ശക്തി കൈവരുന്നു. നാമജപത്തിലൂടെയും ഭഗവത് സേവനത്തിലൂടെയും ഭക്തസംഘത്തിലൂടെയും ഒക്കെ നമുക്ക് കൂടുതൽ പിന്നെ ആധ്യാത്മികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ഉത്സാഹം ഉണ്ടാകുന്നത്
ആത്മാവ് മനസ്സിനെക്കാട്ടിൽ ഉയർന്നു നിൽക്കുമ്പോഴാണ്. മനസ്സ് ഭൗതികമായിട്ട് ആത്മാവിനെക്കാട്ടിൽ ഉയർന്നു നിൽക്കുമ്പോഴാ നമുക്ക് ഒന്നും ചെയ്യാൻ മനസ്സ് വരത്തില്ല. അമ്പലത്തിൽ പോകാനോ അല്ലെങ്കിൽ നാമം ജപിക്കാനോ അല്ലെങ്കിൽ ഭഗവത് സേവനങ്ങൾ ചെയ്യാനോ സത്സംഗത്തിൽ പോകാനോ പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഇതിനൊന്നും മനസ്സ് വരത്തില്ല. കാരണം എന്താണ്? ഈ മനസ്സ് നമ്മളെ ആത്മീയതയിൽ നിന്ന് പിടിച്ചു പിന്നോട്ട് വലിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിനെ ഉദ്ധരിക്കണം, നമ്മുടെ മനസ്സിനെ ഉദ്ധരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഒരിക്കൽ ആ ഭഗവാന്റെ സന്യാസതന്നെ ഒടിച്ചു. ഭഗവാന് ഭയങ്കര ദേഷ്യം വന്നു. ഓടിച്ച് 3ആയിട്ട് അങ്ങ് ഒടിച്ചിട്ട് കടലിൽ ഒരു ഒറ്റ ഏറ് കൊടുത്തു. ഈ ത്രിദണ്ഡി സന്യാസി എന്നാണ് വൈഷ്ണവ സന്യാസിമാരെ പറയുന്നത്. അത് ത്രിദണ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മായാവാദ സന്യാസിമാര് ഏകദണ്ഡി സന്യാസിമാരാണ്. അവർക്ക് ഒരൊറ്റ ദണ്ഡ് മാത്രമേ ഉള്ളൂ. ഇവർക്ക് 3 പിന്നെ ഭാഗങ്ങളായിട്ടാണ് അത് ചേർത്ത് വെച്ചിട്ടാണ് സന്യാസത്തിനോടൊപ്പം ഈ സന്യാസ ദണ്ഡ് അവര് ആചാര്യന്മാരിൽ നിന്ന് സ്വീകരിക്കുന്നു. അപ്പൊ അതിനകത്ത് നമ്മുടെ മനസ്സിനെയും, അതായത് പിന്നെ 3 സ്റ്റെപ്പ് ഉള്ള ദണ്ഡാണ് പ്രകൃതി, ആത്മാവ്, ഭഗവാൻ. അപ്പൊ ഇതിന്റെ വാസ്തവികതയെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ 3 ഭാഗങ്ങൾ. അതായത് 1 പ്രകൃതി, 1 ആത്മാവ്, 1 ഭഗവാൻ. അപ്പൊ അതിന്റെ ആ വാസ്തവികത അതെന്ന് വെച്ചാൽ ആ റിയാലിറ്റിയെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ 3 ഭാഗങ്ങളുള്ള ഈ ത്രിദണ്ഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ വാക്കുകള്, നമ്മുടെ ശരീരം, അത് 3ഉം ഫുള്ളി കൺട്രോൾഡ് ആയിരിക്കും. ശരീരവും മനസ്സും വാക്കുകളും എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കണം. അപ്പൊ അതൊക്കെയാണ് ഈ ത്രിദണ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ത്രിദണ്ഡി സന്യാസിമാരെന്ന് പറയുന്നത് അവർ ആക്ച്വലി എന്താണ് ഒരു ജീവാത്മാവിനെയും ഭഗവാന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മധ്യവർത്തിയെ പോലെയാണ്, ട്രാൻസ്പെറന്റ് മീഡിയ ആണ്. കാരണം അവർ അതിനുവേണ്ടി അവരുടെ ജീവിതം എന്താ പറയാ, അവരുടെ ഭൗതിക ജീവിതം അവർ ത്യജിച്ച് സർവസംഘ പരിത്യാഗി എന്നൊക്കെ പറയത്തില്ല. അപ്പൊ എല്ലാം ത്യജിക്കുന്ന എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി. അതാണ് ലോക ഹിതകാരണം, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അവരുടെ ജീവിതം ധന്യമാകുന്നത്. അതാണ് അവര് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ വെളിച്ചം പകരാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തില് ഈശ്വര ജ്ഞാനം അല്ലെങ്കിൽ ഈശ്വര ദർശനം നൽകുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തെ പൂർണ്ണമായും അവര് ത്യജിച്ച് അവർ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്നെങ്കിലും അവരുടെ പൂർണ്ണമായിട്ടും അവർക്ക് ഈ ഭൗതിക ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഭഗവാനെയും ജീവാത്മാവിനെയും മാത്രം കണ്ടിട്ട് അവരുടെ ഇടയില ഒരു മധ്യവർത്തിയായി പ്രവർത്തിച്ച് അവരെ ഈ ജീവാത്മാവിനെ ഇവരിൽ കൂടി ഭഗവാനിൽ എത്തിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഒരു വലിയ ഒരു പദ്ധതിയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് സന്യാസി എന്ന് പറയുന്നത്. അപ്പം ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്ന ഭഗവാനാണ്. നിത്യാനന്ദ പ്രഭു നിത്യാനന്ദ പ്രഭു ഇങ്ങനെ കടൽ തീരത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ജഗന്നാഥപുരിയിലോട്ട് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാ ചൈതന്യ മഹാപ്രഭുവിന്റെ കയ്യിൽ ദണ്ഡ് കൊടുത്തിട്ട് മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ കയ്യിൽ ദണ്ഡ് കൊടുത്തിട്ട് മുഖം കഴുകാനും അങ്ങോട്ട് പോകും. ഇത് 3ആയിട്ട് ഒടിച്ച് കടലിലെറിഞ്ഞു. അപ്പൊ ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ മാതാജി? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം എന്റെ എവിടെ ഞാൻ പറഞ്ഞ അങ്ങേക്ക് ദണ്ഡിന്റെ ആവശ്യം എന്താ? അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്, അങ്ങ് പുരുഷനാണ്. അപ്പൊ ഈ ദണ്ഡാണ് ഈ സന്യാസിമാരെ നിയന്ത്രിക്കുന്നത്. അവര് കംപ്ലീറ്റ്ലി അതുകൊണ്ടാണ് ഈ ദണ്ഡ് എവിടെ പോയാലും ഇവർ ഈ സന്യാസ ദണ്ഡ് കൂടെ കൊണ്ടുപോകും. ഈ ദണ്ഡ് ഇപ്പൊ തന്നെ ഭഗവാന്റെ അടുത്ത് ചെന്നാലും ഒരു വിഗ്രഹത്തിന്റെ അടുത്ത് ചെന്നാലും അവർ ആദ്യം ആ ദണ്ഡ് കൊണ്ട് ഭഗവാനെ നമസ്കരിക്കും, പിന്നീടാണ് അവരുടെ ശരീരം കൊണ്ട് നമസ്കരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യം ഭഗവാനില്ല. ഭഗവാൻ സന്യാസം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഭഗവാൻ ഒരു ഭക്തനായിട്ട് വന്നത് കൊണ്ട് മറ്റുള്ളവര് സാധാരണക്കാരുടെ മുന്നിൽ, കാരണം പിന്നെ ഞാനൊരു വെറും ഒരു ഭക്തനായിട്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ അനുസരിക്കത്തില്ല. ചില വിദ്യാർത്ഥികളൊക്കെ ഭഗവാനെ വിമർശിക്കാനൊക്കെ തുടങ്ങിയപ്പം ഇവരൊക്കെ എന്നെ വിമർശിച്ച് അവര് വീണ്ടും അപരാധം വലിച്ചു വെക്കും. അപ്പൊ അതുകൊണ്ട് ഞാനൊരു സന്യാസി ആയി കഴിഞ്ഞാൽ സന്യാസിമാരെ അവര് പിന്നെ എന്താ പറയാ ബഹുമാനിക്കും.
അവര് റെസ്പെക്ട് ചെയ്യും. അതുകൊണ്ട് അപ്പൊ അങ്ങനെയെങ്കിലും അവർ എന്നെ റെസ്പെക്ട് ചെയ്യട്ടെ, എന്റെ നിർദ്ദേശങ്ങളെ പാലിക്കട്ടെ, എന്റെ നിർദ്ദേശങ്ങളെയൊക്കെ അവരനുസരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഭഗവാൻ സന്യാസം സ്വീകരിച്ചത്. പക്ഷെ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭുവിന്റെ അഭിപ്രായത്തില ചൈതന്യ മഹാപ്രഭുവിനെ ഇത് എന്തിനാണ് പിന്നെ അത് കൺട്രോൾ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. അങ്ങ് ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്, പിന്നെ അങ്ങേക്ക് ഇത് എന്തിന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ടാണ് അത് കടലിൽ വിളിച്ചു കളഞ്ഞത്. പക്ഷെ ഭഗവാന് ഭയങ്കര ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിനറിയാം എനിക്ക് ദണ്ഡിന്റെ ആവശ്യമില്ല, ദണ്ണല്ല എന്നെ നിയന്ത്രിക്കുന്നത്, ഞാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അത് നിത്യാനന്ദ പ്രഭു അത് പ്രകടമാക്കി കൊടുത്തു എന്ന് മാത്രം. അതുമെല്ലാം ഓരോ ലീലയാണ്. അപ്പൊ ആ സമയത്ത് മുകുന്ദദത്തനും സന്നിഹിതനായിരുന്നു ഈ ദണ്ണൊടിക്കുന്ന സമയത്ത്. അദ്ദേഹം എല്ലാ വർഷവും മഹാപ്രഭുവിനെ ദർശിക്കാൻ അപ്പൊ നമ്മൾ ഓരോരുത്തർക്ക് അവരുടെ റോൾ എന്തായിരുന്നു, ചൈതന്യ ലീലയില ഓരോരുത്തരുടെ റോൾ എന്തായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് മുകുന്ദദത്തന്റെ കാര്യമാണ് പറഞ്ഞു, കഴിഞ്ഞതിനകത്ത് നമ്മൾ നന്ദനാചാര്യന്റെ കാര്യം പറഞ്ഞു. അപ്പം ഓരോരുത്തരും പിന്നെ എത്രമാത്രം റോളാണ് ഭഗവാനോടൊപ്പം ആ ലീലയിൽ അവരുടെ റോൾ എന്തായിരുന്നു, അവരെന്താണ് ചെയ്തത്, അത് എടുത്തു പറഞ്ഞാണ് ഓരോ അധ്യായം ഓരോ ശ്ലോകങ്ങളും വിവരിക്കുന്നത്. ഇനി പറയുന്ന വാസുദേവദത്തെ കുറിച്ചാണ്. വാസുദേവദത്ത പ്രഭുര പ്രത്യ മഹാശായ സഹസ്രമുഖേ യാന്ത്ര ഗുണ സഹിലിനഹായ. ശ്രീ ചൈതന്യ വൃക്ഷത്തിന്റെ 19ാമത്തെ ശാഖയായ വാസുദേവദത്തൻ ശ്രേഷ്ഠനും ഭഗവാന്റെ അതിവിശ്വസ്തരായ ഭക്തരിൽ ഒരുവനുമായിരുന്നു. ഒരുവന് ആയിരക്കണക്കിന് വായുകൾ കൊണ്ട് പോലും അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ വർണ്ണിച്ചു തീർക്കാനാവില്ല. അത്രമാത്രം മഹാനായിരുന്നു ഈ വാസുദേവദത്ത. മുകുന്ദദത്തന്റെ സഹോദരനാണ് വാസുദേവദത്ത. ചട്ടഗ്രാമ നിവാസിയായിരുന്നു ഇവര്. ചൈതന്യ ഭാഗവത്തിലും പറയുന്നുണ്ട്. അതായത് യാന്ത്ര സ്ഥാനെ കൃഷ്ണഹായ ആപനെ വിക്രയ. ഉത്തമ ഭക്തനായ വാസുദേവദത്തൻ കൃഷ്ണനെ വിലയ്ക്ക് വാങ്ങി എന്നാണ് പറയുന്നത്. വാസുദേവദത്തൻ ശ്രീവാസ പണ്ഡിതന്റെ ഗ്രഹത്തിൽ താമസിച്ചു. ചൈതന്യ മഹാപ്രഭു വാസുദേവദത്തനിൽ അത്യന്തം സന്തുഷ്ടനായിരുന്നു. അദ്ദേഹത്തോടുള്ള വാത്സല്യം മൂലം ചൈതന്യ മഹാപ്രഭു പറയുമായിരുന്നു, ഞാൻ വാസുദേവദത്തന്റെ ആള് മാത്രമാണ്, എന്റെ ശരീരം വാസുദേവദത്തന്റെ സന്തോഷത്തിനായി മാത്രം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്, അദ്ദേഹത്തിന് എന്നെ എവിടെ വേണമെങ്കിലും വിൽക്കാം എന്നൊക്കെ ചൈതന്യ മഹാപ്രഭു പറയുന്നു. കാരണം ഭഗവാൻ എന്ന് പറയുന്ന പരമാത്മാവാണ്, എല്ലാവരിലും കുടികൊള്ളുന്ന ആളാണ് ഭഗവാൻ. അപ്പൊ എല്ലാവർക്കും ഭഗവാനിൽ അവകാശമുണ്ട്. പക്ഷെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ഒരു ഭക്തന്റെ ഈ ഒരു ഭാവത്തിലും രൂപത്തിലും ഒക്കെ വന്നതുകൊണ്ട് അദ്ദേഹം ഭക്തന്മാരെ അദ്ദേഹം തന്നെക്കാൾ ഉയർന്ന ആളായിട്ടാണ് വിചാരിക്കുന്നത്. നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്തായാലും അദ്വൈതാചാര്യരുടെ അടുത്തായാലും അദ്വൈതാചാര്യയൊക്കെ കാണുമ്പോൾ ഓടിച്ചെന്ന് പാദത്തെ ചെല്ലുവാൻ. അപ്പൊ ഈ അദ്വൈതാചാര്യക്ക് ഭയങ്കര വിഷമം അത്. ഭഗവാൻ ഇങ്ങനെ പാദത്തെ പോയി തൊഴാം. കാരണം അദ്വൈതാചാര്യ പ്രായത്തില് ഭഗവാനെക്കാട്ടില്ല മൂത്തതാണ്, മുതിർന്ന ആളാണ്. അപ്പം ഇദ്ദേഹം പാദത്തെ പിടിക്കാൻ ചെല്ലും. ചൈതന്യ മഹാപ്രഭു ഈ പാദം തൊട്ട് തരും. അപ്പൊ അദ്വൈതാചാര്യ ഭഗവാനല്ലേ, ഭഗവാൻ എന്റെ പാദത്തെ തൊട്ടുന്ന എന്തൊരു അതെങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റും. അപ്പൊ അതാണ് വേറെ ഇതൊരു ലീലയൊക്കെ ഭഗവാൻ അദ്വൈതാചാര്യ ചെയ്തത്. അതായത് വസിഷ്ഠ അങ്ങനെ ലീലയുണ്ട്. അതായത് ഭഗവാൻ ഒരിക്കൽ അവിടെ നിൽക്കുമ്പോഴാണ് ഈ ഇദ്ദേഹം വന്ന് മായാവാദ സിദ്ധാന്തം പറഞ്ഞു. മായാവാദ സിദ്ധാന്തത്തിന് വസിഷ്ഠയോഗം പറഞ്ഞു. വസിഷ്ഠയോഗം പറഞ്ഞ സമയത്ത് ചൈതന്യ മഹാപ്രഭു അപ്പം ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ കയറി വരുന്ന സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ ആൾക്കാരെയൊക്കെ വിളിച്ച് മായാവാദ സിദ്ധാന്തത്തെ കുറിച്ച് സംസാരിക്കുക. അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് വസിഷ്ഠയോഗം. അപ്പൊ അത് പറഞ്ഞു കഴിക്കുമ്പോൾ മായാവ് അങ്ങനെയാണ്, മായാവാദി ആ സിദ്ധാന്തമാണ് നമ്മള് ഈശ്വരന് രൂപമില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ചൈതന്യ മഹാപ്രഭു ഇങ്ങോട്ട് വന്നേച്ച് ഒരു വടി എടുത്തുകൊണ്ട് വന്ന് ഇദ്ദേഹത്തെ അങ്ങ് പിടിച്ചുകൊണ്ട് വന്ന് താഴെ ഇട്ടിട്ട് ചവിട്ടും, കാലുകൊണ്ട് ചവിട്ടും. അപ്പം സീതാ ഠാക്കുറാണി മനസ്സിൽ പറയുമോ, അദ്ദേഹം ഒരുപാട് വയസ്സായ മനുഷ്യനാണ്, അദ്ദേഹം മരിച്ചു പോകും ഇങ്ങനെയൊന്നും ചെയ്യാതെ. കാരണം ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം. എന്നിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പാൽക്കടലില് വളരെ സുഖമായിട്ട് കിടന്നുറങ്ങിയിരുന്ന ഞാനാണ്, എന്നെ ഇവിടെ വിളിച്ച് നിങ്ങൾ നിമിത്തമാണ് ഞാൻ ഇവിടെ വന്നത്, നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ യോഗവസിഷ്ഠ പഠിപ്പിക്കാനാ. യോഗവസിഷ്ഠ എന്നാ അതിന്റെ പേര്, വസിഷ്ഠ യോഗം അല്ല, യോഗവസിഷ്ഠ പഠിപ്പിച്ചു കൊടുക്കുവാണോ എന്ന് ചോദിക്കും. ഇതെല്ലാം ഭഗവാന്റെ ഓരോ ലീലകളാണ്. അപ്പൊ ഇതെല്ലാം എന്തിനാണ് ഇതൊക്കെ എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാന്റെ ലീലകളില് ഓരോരുത്തർക്കുമുള്ള പങ്ക്, അല്ലെങ്കിൽ ഭഗവാൻ പരമാത്മാവാണെങ്കിലും
ഭഗവാൻ ഓരോരുത്തരെയും എത്രമാത്രം ഭഗവാന്റെ ആ ഒരു വൃക്ഷത്തിന്റെ ശാഖോപശാഖകളെ എത്രമാത്രം അത് കെയർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ലീലയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയ, ഭഗവാനോടൊപ്പം വന്ന് ലീലയാടിയ ഒരു ചെറിയ ഭാഗമാണെങ്കിൽ പോലും ഇവരെല്ലാം മഹാഭാഗ്യവാന്മാരാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരാള് തീപ്പന്തം കത്തിക്കുമായിരുന്നു, ഒരാള് പറഞ്ഞു ഒരാള് ഭഗവാൻ അവിടെ പോയി ഒളിച്ചിരിക്കുമായിരുന്നു, ഒരാള് പറഞ്ഞു ഭഗവാന്റെ എന്താ പറയാ അരി യാചിച്ചു കൊണ്ടുവന്ന് ഭഗവാന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ ഓരോരുത്തരും അവരവരുടേതായ ഭാഗം ഭഗവാനോടൊപ്പം അവര് എന്താ പറയാ ചിലവഴിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ വാസുദേവദത്തന്റെ ആൾ മാത്രമാണ്. എന്റെ ശരീരം വാസുദേവദത്തന്റെ സന്തോഷത്തിനായി മാത്രം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് എവിടെ വേണേലും എന്നെ വിൽക്കാം. അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പൊ ഇതൊരു സത്യമാണ്. ആരും ഈ പ്രസ്താവനകളെ അവിശ്വസിക്കരുതെന്നും അദ്ദേഹം ാണ്. എന്റെ ശരീരം ആ വാസുദേവദത്തിന് വേണ്ടി മാത്രം ഉദ്ദേശിക്കപ്പെട്ടുള്ളതാണ്, അങ്ങനെ 3 പ്രാവശ്യം വന്ന് അദ്ദേഹം ശപഥം ചെയ്തു. ഈ വാസുദേവദത്തൻ പിൻകാലത്ത് രഘുനാഥ ഗോസ്വാമി ആയിത്തീർന്ന രഘുനാഥദാസന്റെ ആധ്യാത്മിക ഗുരു യദുനന്ദനാചാര്യന് ദീക്ഷ നൽകി. അപ്പൊ വാസുദേവനാണ് പിൽക്കാലത്ത് രഘുനാഥദാസ ഗോസ്വാമിയായി തീർന്നത്. അപ്പൊ അദ്ദേഹം പിന്നെ യദുനന്ദന ആചാര്യർക്ക് ദീക്ഷ നൽകി. ചൈതന്യ ചരിതാമൃത മന്ത്യലീല 6-ാം അധ്യായത്തില് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ വസുദേവദത്തൻ വളരെ ഉദാരമായിട്ട് പണം ചെലവഴിച്ചിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ അധിവ്യയം എന്ന് വെച്ചാൽ ഇപ്പൊ അവരൊക്കെ എന്ന് വെച്ചാൽ പണക്കാരാ, ഒരുപാട് ഈ ജന്മികളുടെയൊക്കെ മക്കളാണ് ഇവരൊക്കെ. അപ്പൊ അവര് ഇപ്പൊ ഭഗവാന്റെ ലീലകളിലോടൊപ്പം ആണെങ്കിൽ തന്നെ അവര് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ഒരുപാട് ചെലവഴിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് ശിവാനന്ദ സേനയോട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ് ഈ വാസുദേവദത്തനെ നീ നിയന്ത്രിക്കണം, അവന്റെ കാര്യദർശിയാകാൻ നീ തന്നെ നിൽക്കണം, അവനെ ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞു. ശിവാനന്ദ സേന അതും അദ്ദേഹത്തിന്റെ ഒരു സഹയാത്രികനായിരുന്നു. വാസുദേവദത്തൻ ജീവസത്തകളോട് വളരെ ദയാലുവായിരുന്നതിനാൽ അവരുടെ പാപപ്രവൃത്തികളുടെ പ്രതികരണങ്ങൾ സ്വയം ഏറ്റെടുത്ത് അവ ചൈതന്യ മഹാപ്രഭുവിനെ പറഞ്ഞ് മോചിപ്പിക്കണം. അവരെ എന്ന് വെച്ചാൽ ജീവാത്മാക്കള് പാപികളാണ്, അവർക്ക് ഒരുപാട് കഠിനമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ ഭഗവാൻ തന്നെ അവരുടെ പാപപ്രവൃത്തികളുടെ പ്രതികരണങ്ങളെ സ്വയം ഏറ്റെടുക്കണം, എന്നിട്ട് അവരെ മോചിപ്പിക്കണം എന്നൊക്കെ അദ്ദേഹം ഭഗവാനോട് അഭ്യർത്ഥിക്കുമായിരുന്നു. അത്ര ദയാലുവായിരുന്നു അദ്ദേഹം ജീവസത്തകളോട്. അപ്പൊ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഗോസ്വാമി അദ്ദേഹത്തിന്റെ അനുഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നത്, നവദ്വീപ് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് പൂർവസ്ഥലി എന്നൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരെയുള്ള മാമഗാച്ചി എന്ന സ്ഥലമാണ് വൃന്ദാവനദാസ് ഠാക്കൂറിന്റെ ജന്മസ്ഥലം. അവിടെ ഇപ്പോഴുള്ള മദനഗോപാല ക്ഷേത്രം വാസുദേവദത്തനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പൊ മദനഗോപാല വിഗ്രഹം അവിടെ ആണ്. അത് വസുദേവദത്തൻ നിർമ്മിച്ചതാണ്. ഗൗഡീയ മഠ ഭക്തന്മാർക്കാണ് ഈ ക്ഷേത്രത്തിന്റെ ചുമതല. അവിടെ സേവ പൂജ വളരെ ഹൃദ്യമായി നടക്കുന്നു. നവദ്വീപ പരിക്രമത്തിലെ എല്ലാ തീർത്ഥാടകരും എല്ലാ വർഷവും ഈ മാമഗാച്ചി സന്ദർശിക്കും. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തുടക്കം കുറിച്ചു അവിടുത്തെ ആരാധനയും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അങ്ങനെ നവദ്വീപ പരിക്രമം തുടങ്ങി. അങ്ങനെ ഒരു ചടങ്ങാണ് നവദ്വീപ പരിക്രമ ചടങ്ങ്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം ക്ഷേത്രത്തിന്റെ അപ്പൊ അങ്ങനെ അവരൊക്കെ അത് ഏറ്റെടുത്തത് കൊണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ മദന ഗോപാല ക്ഷേത്രത്തിലെ ഇത് അദ്ദേഹം വാസുദേവദത്തയാണ് അത് പ്രതിഷ്ഠിച്ചത്, ആ വിഗ്രഹം. അപ്പൊ ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് നിർവഹിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ജഗതേ ജീവ താര പാപലായ നരക പുഞ്ചിതേ ചാഹേ ജീവ ചടായിയ. ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ചൈതന്യ മഹാപ്രഭുവിനാൽ മോചിപ്പിക്കപ്പെടുന്നതിലേക്കായി അവരുടെ എല്ലാ പാപപ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ക്ലേശം അനുഭവിക്കാൻ വാസുദേവദത്ത ആഗ്രഹിച്ചു. അപ്പൊ അത്രമാത്രം മഹാനായിട്ടുള്ള ഒരു വലിയ മഹാത്മാവായിരുന്നു വാസുദേവദത്ത. അപ്പൊ അദ്ദേഹം നമ്മുടെ പ്രഹ്ലാദ മഹാരാജാവ്
പ്രഹ്ലാദ മഹാരാജാവ് ഇതേപോലുള്ള ശ്ലോകങ്ങളാണ് പറഞ്ഞത്. അതായത് ചൈതന്യ ഭഗവാനോട് പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത്, ഈ ലോകത്തുള്ള ആൾക്കാരെല്ലാം പാപികളാണ്, അവർക്കാർക്കും ഭഗവാനോട് ഭക്തിയോ അല്ലെങ്കിൽ ഭഗവത് സേവനത്തിനോട് ശ്രവണ കീർത്തനാദികളോടൊന്നും ഇല്ലാത്തവരാണ്. പിന്നെ അങ്ങ് എന്നോട് പറയുന്നു ഞാൻ എന്നെ മോചിപ്പിക്കാവുന്നു. എന്നെ മാത്രം മോചിപ്പിച്ചിട്ട് ഭഗവാനെ എന്താണ് കാര്യം? അത് പ്രഹ്ലാദ മഹാരാജാവിന്റെ പിന്നെ ഒരു ഇൻകാർണേഷൻ ആണ് ഈ വാസുദേവദത്ത. ഈ ചൈതന്യ ലീലയില പ്രഹ്ലാദ മഹാരാജാവാണ് വാസുദേവദത്തയായിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നതാണ്, എന്നെ മാത്രം മോചിപ്പിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും സാധിക്കും? ഈ ജനങ്ങളെല്ലാം, ഇത്രയും ജീവാത്മാക്കള് എല്ലാം പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് എന്നെ മോചിപ്പിച്ചില്ലേലും വേണ്ടിയില്ല, അവരുടെ പാപങ്ങളൊക്കെ എനിക്ക് ഏറ്റെടുത്ത് തന്നേയുള്ളൂ, അതെല്ലാം ഞാൻ ചുമന്നുകൊള്ളാം, അവരെയൊക്കെ അങ്ങ് മോചിപ്പിച്ചോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, പിന്നെ പ്രഹ്ലാദ മഹാരാജാവ്. അതേപോലെ തന്നെയാണ് പാപപ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ക്ലേശങ്ങളെല്ലാം വാസുദേവദത്തെ അനുഭവിച്ചുകൊള്ളാം, അവരെല്ലാം ചൈതന്യ മഹാപ്രഭുവിനെ കൊണ്ട് അവരെല്ലാം മോചിപ്പിക്കണം. അപ്പൊ അതൊക്കെയാണ് ഓരോ ഭക്തന്മാരുടെ ആ ഒരു മഹിമ. അവര് മറ്റുള്ളവർക്ക് വേണ്ടി എത്രമാത്രം വേണമെങ്കിലും, അതാണ് ഒരിക്കലും സ്വാർത്ഥതയില്ലാത്ത നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണത്. ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് അതിനെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഒരു ജീവാത്മാവും അറിയുന്നില്ല അവരെന്ത് പാപികളാണെന്നോ അല്ലെങ്കിൽ അവര് ക്ലേശങ്ങൾ സഹിക്കുന്നെന്നോ അവര് വീണ്ടും ഈ ആവർത്തന ജനന മരണ ചക്രത്തിൽ വരുമെന്നോ ഒന്നും അവർക്കറിയില്ല. പക്ഷെ ആചാര്യന്മാർക്കറിയാം, അല്ലെങ്കിൽ ഭക്തന്മാർക്കറിയാം, അല്ലെങ്കിൽ ഇതേപോലുള്ള മഹാത്മാക്കൾക്കറിയാം ഈ ജീവാത്മാക്കൾ എത്രമാത്രം കഷ്ടപ്പെടാൻ പോവുകയാണെന്ന്. അപ്പൊ അത് ഇനിയും ജനന മരണ ചക്രത്തിൽപ്പെട്ട് ഉഴന്നു പോകും. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ജീവാത്മാക്കളെ എല്ലാം മോചിപ്പിച്ച്, അവരുടെ പാപങ്ങളെല്ലാം എന്റെ തലയിലേക്ക് വന്ന് വീണോട്ടെ, അവരെ എല്ലാം മോചിപ്പിച്ച് ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ഉയർത്തണേ. ആരെങ്കിലും പറയുമോ? അപ്പൊ ഇതൊക്കെയാണ് ഭഗവത് ഭക്തന്മാരുടെ, മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരുടെ മഹിമ, അവരുടെ ഉത്കൃഷ്ടത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി പോലും നമുക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കണം, അപ്പൊ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അതൊക്കെ ഇതിൽ നിന്നൊക്കെ നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം. മറ്റുള്ളവരോട് ഭഗവാന്റെ സേവനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഭഗവാന്റെ ഹരിനാമത്തെ കുറിച്ച്, ഭഗവാന്റെ ശാസ്ത്രങ്ങളെ കുറിച്ച്, ഭഗവാന്റെ ലീലകളെ കുറിച്ചൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരുടെയൊക്കെ പാപങ്ങളൊക്കെ കുറഞ്ഞ് അവരത് ശ്രവിച്ച് അവർക്കും ഭക്തിയുടെ സേവനത്തിൽ ഒരു കണ്ണിയാകാൻ പറ്റും. അതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ശ്രീല ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്, നിത്യായ ഗൗര പ്രേമാനന്ദേ, ഹരി ഹരി ബോൾ. താങ്ക് യു വെരി മച്ച്. പഞ്ചകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യോ പതിദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. കേട്ടില്ല. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. താങ്ക് യു മാതാജി. ഞാൻ ബംഗ്ലാദേശിൽ പോയ കാര്യമൊക്കെ ഓർത്തു മാതാജി. നമ്മള് വാസുദേവദത്തയുടെ അവിടെ ഇരുന്ന് ശ്രീവാസ് പ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ ഡ്രാമയെല്ലാം കളിച്ച കാര്യം. അതെ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരിബോൾ. പ്രണാമം മാതാജി. ഹരിബോൾ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാജി. ഹരേ കൃഷ്ണ. നാളെ പ്രഭുവാണ് ക്ലാസ്. എടുക്കാൻ പറ്റുമല്ലോ അല്ലേ മാജി? എടുക്കും. ഓക്കെ മാജി. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ